തീരമണഞ്ഞിടാൻ ഏറെയില്ല സമയം. ശാശ്വത വീട്ടിൽ ചെന്നു ചേരുവാൻ കാംക്ഷിക്കുന്നു എൻ മനം. ഇത്ര നാളും ദൈവകൃപയിൽ പുലർത്തി വഴി നടത്തി. ഒരു നാളിൽ പേർ ചൊല്ലി എന്നെ വിളിക്കും നിർണയമേ. ദൈവകൃപയിൽ പുലർത്തി നടത്തി. ഒരു നാളിൽ പേർ ചൊല്ലി എന്നെ വിളിക്കും നിർണയമേ. മരുഭൂയാത്ര ലഘുദൂരം അതു വേഗം തീരുമേ. മരുഭൂയാത്ര ലഘുദൂരം അതു വേഗം തീരുമേ. യോർദാനക്കരെ കനാൻ നാട്ടിൽ എത്തി ഞാൻ വിശ്രമിക്കും. യോർദാനക്കരെ കനാൻ നാട്ടിൽ എത്തി ഞാൻ വിശ്രമിക്കും. ലോക കഷ്ടം നൊടി നേരം അതു വേഗം തീരുമേ. മറന്നു ഞാൻ പ്രിയനരികിലെത്തിടും അതിമോദത്താ. ശുശ്രൂഷകൾ ആരംഭിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇപ്പോൾ വർഗീസ് മത്തായി കടന്നുവന്ന് പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥപിതാവേ, നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ ഭൂമിത്തോളം ബന്ധത്തിൽ കഴിഞ്ഞ അനേക നാളുകൾ അനുഗ്രഹമായിരുന്ന അവിടുത്തെ ദാസി, പ്രിയപ്പെട്ടവർക്ക് ആശാകേന്ദ്രമായിരുന്ന പ്രിയദാസി ദൈവസേനയിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായി. ദൈവത്തിന് അങ്ങനെ പ്രസാദം തോന്നി. കർത്താവെ, ഞാനതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ ലോകത്തിൽ എത്ര നാൾ ജീവിച്ചിരുന്നാലും ഞങ്ങളുടെ കർത്താവിനെ കാണുവാനുള്ള ആശയോടുകൂടിയാണ് ഞങ്ങൾ ഈ ഭൂമിയിൽ വിശ്വസിച്ച നാൾ മുതൽ ഇന്നുവരെയും ജീവിച്ചത്. എന്നാൽ നിന്റെ ആശയുടെ ആഗ്രഹവും അവൻ സമ്പൂർണ്ണമാക്കുകയും ദൈവസേനയിലേക്ക് ചേർക്കുകയും ചെയ്തുകൊണ്ട് സ്തോത്രം. ഞാൻ സ്തുതിക്കുന്നു. ആശ്വാസം ഞങ്ങളുടെ മേലിലാകുന്ന എല്ലാ
ചെയ്യുന്നവരുടെ എല്ലാ ശിശുക്കളും ബലത്തായി തീരുവാൻ തക്കോണം ഇടയാക്കണമേ. തിരുനാമത്തിന്റെ മുഖത്തിനായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, ദയകൊണ്ട് കേൾക്കുമാറാകണമേ. പരിചയപ്പെടാനും കൂടുതലായിട്ട് പരസ്പരം അറിയാനും ഒക്കെ സാധിച്ചത്. ഇവർ കുന്നുകുഴി അസംബ്ലിയിലും ഞങ്ങളിവിടെ വന്നതിന് ശേഷം പുതുതായിട്ട് തുടങ്ങിയ പോങ്ങമൂട് ക്രിസ്ത്യൻ അസംബ്ലി അവിടെയാണ് ഞങ്ങൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കുന്നുകുഴി അസംബ്ലിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളുടെ നല്ല അടുത്ത സ്നേഹിതന്മാരാണ്. മാത്രമല്ല, കുന്നുകുഴി അസംബ്ലിയിലുള്ള എല്ലാ ഫംഗ്ഷൻസിനും പണ്ട് ഞങ്ങൾ കുറച്ചുകൂടി ചെറുപ്പവും ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ പോവുകയും സംബന്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ നല്ല നാളുകളൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഓർക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ എനിക്കും എൻ്റെ മിസ്സസിനും രണ്ടുപേർക്കും ശാരീരികമായിട്ട് ഞങ്ങൾ അത്ര നല്ല ബലശാലികളല്ല. ഇങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടുന്നെന്നുള്ളതുകൊണ്ട് ദൈവകൃപയാൽ. എന്നാൽ തമ്പിയുമായിട്ട് കൂടുതൽ സമ്പർക്കം ഞങ്ങൾ പുലർത്തുന്നുണ്ടായിരുന്നു. ടെലിഫോണിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് തമ്പി എന്നെ വിളിക്കും. ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും എന്നെ വിളിക്കുമായിരുന്നു. വിളിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങൾ സംസാരിക്കും. ആ സമയത്ത് ഇപ്പോൾ മേരിക്കുട്ടിക്ക് സുഖമില്ലാതെ, മേരിക്കുട്ടി കംപ്ലീറ്റ്ലി ബെറ്റർ ആയതിനു ശേഷവും ഞങ്ങൾ തമ്മിലുള്ള സമ്പർക്കം തുടർന്നുകൊണ്ടിരുന്നു. കൂടെ വന്ന് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രയാസം ഉണ്ടായിരുന്നു. കാരണം എനിക്കും വളരെ ഷോർട്ട് ഡിസ്റ്റൻസൊക്കെ ഡ്രൈവ് ചെയ്യാമെന്നുള്ളതല്ലാതെ ഇങ്ങോട്ട് കടന്നു വരാനൊക്കെ പ്രയാസമായിരുന്നതുകൊണ്ട് ഞങ്ങളങ്ങനെ വളരെ ഒന്നും ഇവിടെ വന്നിട്ടില്ല. പക്ഷെങ്കിൽ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കണക്ഷൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പ്രിയ മേരിക്കുട്ടി ബെറ്ററിനായി കഴിഞ്ഞിട്ട് ഞങ്ങൾ വിവരങ്ങൾ അന്വേഷിക്കുകയും ഒരു മാസം മുൻപ് ഞങ്ങൾ ഇവിടെ, ഞാനും എൻ്റെ ഭാര്യയും സഹോദരൻ ചാൾസ് ജോണും കൂടി ഇവിടെ വരികയും ഞങ്ങളിവിടെ അല്പസമയം ചെലവഴിക്കുകയും മേരിക്കുട്ടിയെ സന്ദർശിക്കുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ പിന്നെ പെട്ടെന്ന് അസുഖം കൂടിയ വിവരം ഞങ്ങൾ അറിഞ്ഞില്ല. എന്നാൽ ഹോസ്പിറ്റലിലായ വിവരവും അറിയുന്നത് ഹോസ്പിറ്റലിലാക്കി കഴിഞ്ഞ് പെട്ടെന്നാണ് അറിയുന്നത്. അറിയുമ്പോഴത് വളരെ ഒരു സർപ്രൈസായിട്ട്. പക്ഷെ സാധാരണ ഹോസ്പിറ്റലൈസ് ചെയ്യുക പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചിന്തിച്ചില്ല. ഇത് ഒരു ഫൈനലായിട്ടുള്ള ഹോസ്പിറ്റലൈസേഷനാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല. പക്ഷെങ്കിൽ വിവരം അറിഞ്ഞ സമയം മുതൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ മക്കളെ റോയി ഇവിടെ ഇല്ലെന്നുള്ളത് അറിയാം. പിന്നെ ഒരു മകൾ അമേരിക്കയിലാണല്ലോ. പിന്നെ മൂത്ത മകള് ഇവിടെ ഗ്രേസ് ഇവിടെ ആണോ താമസിക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഗ്രേസ് ഇവിടെ നാട്ടിലുണ്ടെന്നറിയാമായിരുന്നു. തമ്പിക്കും സുഖമില്ലാതെ ഇരിക്കുന്ന ആളാണ്. അതുകൊണ്ട് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞായറാഴ്ച സഭായോഗത്തിന് ഹെബ്രോൻ അസംബ്ലിയിൽ ചെറിയ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്ന ഒരു ജോലി എനിക്കുണ്ട്. അപ്പോൾ ഞാൻ അനൗൺസ്മെൻറ്റ് ചെയ്യാനായിട്ട് രാവിലെ അതിനുള്ള നോട്ട്സൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മാത്യു സഹോദരൻ, നേരത്തെ കുണ്ടുകുഴി സഭയിലുണ്ടായിരുന്ന മാത്യു സഹോദരൻ, എൻ.കെ. മാത്യു, എൻ്റെ ഒരു ചെറിയ നോട്ട് തന്നു. അതിനകത്ത് മേരിക്കുട്ടി തമ്പി പാസ്ഡ് അവേ ദിസ് മോർണിംഗ്. ഇത് വായിച്ചപ്പം
ഒട്ടും പ്രതീക്ഷിക്കാത്തുള്ള ഒരു സംഭവം. മേരിക്കുട്ടി ഹോസ്പിറ്റലിലാരെന്ന് അറിയാമായിരുന്നു. മേരിക്കുട്ടി തമ്പി ഹോസ്പിറ്റലിലാണ്, പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഡയറിക്ക് അത് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പറയുന്നതിന് പകരം ഈ മരണവാർത്തയാണല്ലോ എനിക്ക് പറയേണ്ടി വന്നത്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് അത് കേട്ട ഉടനെ ഞാൻ പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് അങ്ങ് സ്പീച്ച്ലെസ് ആയിപ്പോയി. എന്താ പറയേണ്ടതെന്ന് അറിയാമോ? അപ്പോൾ തന്നെ ഞാൻ മീറ്റിംഗ് തുടങ്ങി. യോഗത്തിന് ശേഷം ചാൾസിനെ ഞാൻ വിളിച്ച വിവരം പറയുകയും ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ വന്ന് പ്രിയ തമ്പിയെ കാണുകയും, അപ്പോൾ അന്നേരം മകൾ ഗ്രേസ് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ ചില ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരെ കാണുകയും ഞങ്ങൾ അവരുടെ കൂടെ അല്പസമയം ചെലവഴിക്കുകയും ചെയ്തു. ഞങ്ങളുടെ സാന്നിധ്യം തീർച്ചയായിട്ടും അവർക്ക് ആശ്വാസപ്രദമായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. പ്രിയപ്പെട്ട മക്കള് റോയിയും അതുപോലെ തന്നെ അമേരിക്കയിലുള്ള ഷേർലിയും ഇവിടെ ഇപ്പോഴുള്ള ഗ്രേസും, ഈ മക്കളൊക്കെ എത്രമാത്രം തങ്ങളുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കാര്യത്തിൽ കൺസേൺഡ് ആണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. വാസ്തവത്തിൽ എൻ്റെ ഭാര്യ പറയുകയുണ്ടായി, മേരിക്കുട്ടി ഒരു ഭാഗ്യവതിയാണ്. കാരണം ആ മകൾ കൂടെ താമസിച്ചുള്ള ആ പരിചരണം കിട്ടുകയും അതുപോലെ തന്നെ മകൻ റോയി എപ്പോഴും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും എപ്പോഴും കോണ്ടാക്റ്റിൽ. മറ്റേ മകളെക്കുറിച്ച് ഞങ്ങൾക്ക് അത്രയും അറിയാൻ പാടില്ല. ഏതായാലും ഈ മക്കളുടെയൊക്കെ അന്വേഷണവും പരിചരണവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഇവിടെ പ്രസ്താവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അവസരത്തിൽ ദുഃഖിതനായിരിക്കുന്ന പ്രിയ തമ്പിയെയും അതുപോലെ തന്നെ മക്കളായ ഗ്രേസ്, റോയി, ഷെർലി ഇവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അതുപോലെ മേരിക്കുട്ടിയുടെ സഹോദരന്മാർ, ഇളയ സഹോദരനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു, ഇന്ന് പരിചയപ്പെട്ടു. ഈ പ്രിയ സഹോദരങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളെയും മിത്രങ്ങളുമാരെല്ലാം അവർക്കുള്ള ഈ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഞങ്ങളുടെ ആ ദുഃഖം ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുന്നുകുഴി സഭ, ഈ സഭയാണല്ലോ ഇവർ കൂടി നടക്കുന്ന സഭ, ഈ സഭ ഈ കാര്യത്തിൽ എത്രമാത്രം താല്പര്യമെടുക്കുന്നു എന്നുള്ളത് ഇവിടെ ആ ദിവസം ഒന്ന് പ്രാർത്ഥന, അതിനുശേഷം മുടങ്ങാതെ ദിവസങ്ങളിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. സഭയിലെ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ട്, സന്നിഹിതരായിട്ടുണ്ട്. ഓഫ് കോഴ്സ് നന്ദി അവരോട് പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ല. എന്നാലും ഞാനങ്ങ് നന്ദി പറയുകയാണ് അവർ കാണിക്കുന്ന ആ സ്നേഹത്തിനും ആ കൂട്ടായ്മയ്ക്ക്. ഇവിടെ ഞാൻ വന്നപ്പോൾ കുന്നുകുഴി സഭയിലെ വളരെ പരിചയമുള്ള മുഖങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഞങ്ങളുടെ ദുഃഖം അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് ഈ കുടുംബത്തിലുള്ള അംഗങ്ങളെ പ്രത്യേകമായി ഓർക്കാം. ഇന്നുള്ള ശുശ്രൂഷകളൊക്കെ ഇനി തുടർന്നുള്ള ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയായി ദൈവനാമ മഹത്വത്തിനായി നടക്കപ്പെടട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ സമയം തുടർന്നുള്ള ശുശ്രൂഷയുടെ ഒരു ചെറിയ വിവരണം പറയുവാൻ ആഗ്രഹിക്കുന്നു. കൃത്യം 12 മണിക്ക് തന്നെ സെമിത്തേരിയിലോട്ട് ഭൗതിക ശരീരം എടുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് 12 മണിക്ക് തൊട്ട് മുമ്പായി ഇവിടെയുള്ള ശുശ്രൂഷകൾ അവസാനിപ്പിക്കും. അതിനു മുമ്പ് ചുരുക്കം ചില അനുസ്മരണങ്ങളുണ്ട്, ദൈവവചന ശുശ്രൂഷയുണ്ട്. അനുസ്മരണം പറയുന്നവർ 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് ഉചിതമായി ആ കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കുന്നുകുഴി സഭയിലെ സുവിശേഷകനും ആയ ഡോക്ടർ വർഗീസ് ജോൺ അനുസ്മരണത്തിന് ചില വാക്കുകളും അതോടൊപ്പം തന്നെ ദൈവവചനത്തിൽ നിന്നും ആശ്വാസ വചനങ്ങൾ നൽകുന്നതാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ തനിക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ട് വന്നതുകൊണ്ടാണ് ഇത് ആദ്യമേ തന്നെ ക്രമീകരിക്കുന്നത്. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ
ഈ ഭവനത്തിൻ്റെ തണലിൽ നാം ആയിരിക്കുന്നത്. നാം അറിയുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ട മേരിക്കുട്ടി ആൻറ്റി താൻ ദീർഘവർഷം സ്നേഹിക്കുകയും സേവിക്കുകയും താൻ പ്രിയം വെക്കുകയും ചെയ്ത കർത്താവിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം പ്രഭാതത്തിൽ ചേർക്കപ്പെട്ടു. ഇന്ന് പ്രിയപ്പെട്ടവൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു, ആനന്ദിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു. എന്നാൽ ഇന്ന് നാം ഇവിടെ കൂടി പിന്നെയോ ആ ഭൗതിക ശരീരം വിശുദ്ധന്മാർക്ക് ഉചിതമാകും വണ്ണം അത് സംസ്കരിക്കുന്നതിനും അതിലുപരി ഈ വിഷയത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശ്വസിപ്പിക്കുന്നതിനുമാണ്. കൊണ്ട് മാത്രം 5 മിനിറ്റ് കൂടെ എടുക്കും. പ്രിയ മേൽക്കുട്ടി ആൻറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 1993-94 കാലഘട്ടത്തിലാണ് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. അന്ന് ഒരു ദിവസം തിരുവനന്തപുരത്ത് വേളി ബ്രദർ അസംബ്ലിയിൽ ഒരു ഞായറാഴ്ച യോഗത്തിന് ചെന്നപ്പോഴാണ്, ആ യോഗം കഴിഞ്ഞപ്പോൾ പ്രിയ ആൻറ്റി കടന്നു വന്ന് എന്നെ പരിചയപ്പെട്ടു. അങ്ങനെ പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്ന് പ്രിയ ആൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പ്രിയ ആൻറ്റി മറ്റ് കുടുംബാംഗങ്ങളും അവർ തിരുവനന്തപുരത്ത് ആയിരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പോലെ പട്ടം അസംബ്ലിയുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ആയിരുന്നു കുറച്ച് നാളുകൾ. എന്നാൽ തുടർന്ന് ദീർഘവർഷങ്ങൾ ഏതാണ്ട് 95 ആരംഭം മുതൽ കുന്നുകുഴി ബ്രദറൻ സഭയുമായിട്ടുള്ള ബന്ധത്തിലാണ് കൂട്ടായ്മ ബന്ധം പുലർത്തി പോന്നിട്ടുള്ളത്. പ്രിയ ആൻറ്റിയെ സംബന്ധിച്ച് സാധാരണ നമ്മൾ പറയാറുണ്ട് സഹോദരിമാരെ കുറിച്ച് അവർ കുടുംബത്തിൻ്റെ വിളക്കാണെന്ന്. പ്രിയ ആൻറ്റിയെ സംബന്ധിച്ച് അത് 100% ശരിയാണ്. ഈ ഭവനത്തിൻ്റെ വിളക്കായിട്ട് തന്നെയാണ് താൻ അവസാനം വരെ ജീവിച്ചത്. നാം മനസ്സിലാക്കുന്ന പോലെ പ്രിയ തമ്പി സഹോദരനും റോയി തമ്പിയൊക്കെ രക്ഷയിലേക്ക് വരുന്നതിനും അവരൊക്കെ സ്നാനപ്പെടുന്നതിനും ഒക്കെ മുഖാന്തരമായത് പ്രിയ മാതാവിൻ്റെ പ്രോത്സാഹനമാണ്. ഈ കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെയും തൻ്റെ ഭർത്താവിൻ്റെയും ആത്മീയ നിലയ്ക്ക് എല്ലാം പൂർണ്ണമായ ഉത്തരവാദി പ്രിയ ആൻറ്റി തന്നെ ആയിരുന്നു. താൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ കർത്താവുമായി സ്വീകരിക്കുകയും സ്നാനപ്പെടുകയും കൂട്ടായ്മ ബന്ധത്തിൽ ജീവിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ ആത്മീയ ദർശനം ആ നിലയിൽ മക്കൾക്ക് 3 പേർക്കും പകർന്ന് കൊടുക്കുന്നതിനും തൻ്റെ ഭർത്താവിനെ ആ നിലയിൽ നയിക്കുന്നതിനൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഈ കുടുംബത്തിൻ്റെ വിളക്കായിട്ട് തന്നെ ഒടുവിലോളം കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. കർത്താവ് ആ ബഥാനിയയിലെ ശിമോന്റെ വീട്ടിൽ വെച്ച് തന്നെ തൈലാഭിഷേകം ചെയ്ത ആ സ്ത്രീയെക്കുറിച്ച് ഒരുപക്ഷെ മറിയായിരിക്കാം പറയുന്നുണ്ട്, അവൾ തന്നാൽ ആവത് ചെയ്തു. പ്രിയാൻ്റിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കും അത് തന്നെയാണ് പറയുവാനുള്ളത്, അവൾ തന്നാൽ ആവത് ചെയ്തു. മറ്റു പല ആത്മീക ശുശ്രൂഷകളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല. താൻ ജോലിയോടുള്ള ബന്ധത്തിൽ ആസാമിലും കൃഷ്ണപള്ളിയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അത്രത്തോളം കഴിഞ്ഞില്ല. എങ്കിലും തൻ്റെ ഭവനത്തിലെ ആത്മീയ നിലവാരം നിലനിർത്തുന്ന കാര്യത്തിൽ താൻ വളരെ ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രശംസനീയമായ കാര്യമാണ്. കാരണം സഹോദരിമാരെക്കുറിച്ച് പ്രധാനമായി ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണല്ലോ. എന്നാൽ കഴിഞ്ഞ 10-ലധികം വർഷങ്ങളായിട്ട് തനിക്ക് നടക്കുവാനും ഇരിക്കുവാനൊക്കെ പ്രയാസമുള്ളത് കൊണ്ട് ഭവനത്തിൽ തന്നെ വിശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഞങ്ങൾ കുന്നുകുഴി സഭയുടെ പ്രാർത്ഥനാ ലിസ്റ്റിൽ വിശേഷാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദീർഘമായ ഒരു ലിസ്റ്റ് ഞങ്ങൾക്കുണ്ട്. അതിലേറെക്കുറെ ആദ്യം തന്നെയാണ് ആൻറ്റിയുടെ പേര്. അതുകൊണ്ട് ഞങ്ങളൊക്കെ സഭയായിട്ടും വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും ഒക്കെ അനേക വർഷങ്ങൾ പ്രിയ ആൻറ്റിക്ക് വേണ്ടിയും അതിനുശേഷം പ്രിയ അങ്കിളിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കും എപ്പോഴൊക്കെ ഇവിടെ കടന്നു വന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും കടന്നു വരാൻ സാധിച്ചിട്ടില്ല. പിന്നെ താൻ എപ്പോഴൊക്കെ ആശുപത്രിയിലാണെന്ന് കേൾക്കുമോ അപ്പോഴൊക്കെ പോയി കാണാനൊക്കെ ഇടയായിട്ടുണ്ട്. എന്നാൽ പ്രിയ സന്നിധാനം ഓർപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം അഡ്മിറ്റഡായി എന്ന് കേട്ടപ്പോൾ അത് ഇത്രമാത്രം ഒരു സീരിയസ് കണ്ടീഷനാണെന്ന് ഞാനും മനസ്സിലാക്കിയില്ല. ശനിയാഴ്ച ദിവസം ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞായറാഴ്ച പോയി കാണാം എന്ന് വിചാരിച്ചപ്പോഴാണ് രാവിലെ തന്നെ പ്രിയ ആൻറ്റി കർത്തസന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞത്. ദൈവം എല്ലാം ഭംഗിയായിട്ട് അതാതിൻ്റെ സമയത്ത് ചെയ്യുന്നു. അല്ലാതെ നമുക്ക് ഒന്നും പറയുവാനില്ല. എല്ലാം തിരുഹിതത്തിൻ്റെ നിർണയങ്ങൾ മാത്രം. ഏതായാലും കഷ്ടതയില്ലാത്ത വേദനയില്ലാത്ത
ദുഃഖമില്ലാത്ത, രോഗമില്ലാത്ത ആ ഒരു ഇമ്പങ്ങളുടെ പർദീസയിൽ പ്രിയപ്പെട്ടവൾ എന്ന് വിശ്രമിക്കുന്നു, ആശ്വസിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2 വാക്യങ്ങൾ മാത്രം ഞാൻ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, കൂടുതൽ സമയം എടുക്കുന്നില്ല. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമുക്കൊക്കെ വളരെ പരിചിതമായ വാക്യങ്ങളാണ്. ദൈവവചനത്തിൻ്റെ വായന തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് ഞാനത് വായിച്ച് കേൾപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അപ്പോസ്തലനായ പൗലോസ് ഈ വേദഭാഗത്ത് മുഴുവൻ മാനവരാശിയെ 2ആയിട്ട് തിരിക്കുകയാണ്. 1 പ്രത്യാശയുള്ള സഹോദരന്മാർ, 2 പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ. മുഴുവൻ മാനവരാശിയെയും 2ആയിട്ടാണ് വേദപുസ്തകം തിരിക്കുന്നത്. ആരാണ് പ്രത്യാശയുള്ള സഹോദരന്മാർ? എന്താണ് പ്രത്യാശ? പ്രത്യാശ എന്ന് പറയുന്നത് കേവലം ഒരു ശുഭാപ്തി വിശ്വാസമല്ല, ഒരു വിഷ്വൽ തിങ്കിങ് അല്ല. അതിലുപരി ഭാവിയെക്കുറിച്ചുള്ള വലിയ ഉറപ്പാണ്, നിശ്ചയമാണ് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആർക്കാണ് പ്രത്യാശയുള്ളത്? മഹത്വത്തിൻ്റെ പ്രത്യാശയായ കർത്താവായ യേശു ക്രിസ്തു ആരുടെയൊക്കെ ഹൃദയത്തിൽ വിശ്വാസത്താൽ വസിക്കുന്നുവോ അവരാണ് പ്രത്യാശയുള്ളവർ. അവരെ സഹോദരന്മാർ എന്നാണ് പൗലോസ് അഭിസംബോധന ചെയ്യുന്നത്. അവർ ക്രിസ്തുവിൽ അന്യോന്യം സഹോദരന്മാരാണ്. പ്രിയ ആന്റിയെ സംബന്ധിച്ച് തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ളൊരു ഭാഗ്യം തനിക്ക് കിട്ടി. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് തിരുവെഴുത്ത് പറയുന്നു. ആ ഭാഗ്യത്തിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പ്രവേശിച്ചു. അങ്ങനെ പ്രത്യാശയുള്ളവളായിട്ടാണ് ദീർഘവർഷങ്ങൾ, 80 വർഷങ്ങൾ താൻ ഈ ഭൂമിയിൽ ജീവിച്ചത്. ഒടുവിൽ താൻ പ്രിയം വെച്ച, പ്രത്യാശ വെച്ച കർത്താവിന് മറുവശത്ത് പ്രത്യാശയില്ലാത്ത ആളുകളുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ബഹുഭൂരിപക്ഷം വരുന്ന മാനവരാശിയെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ എന്നാണ് പൗലോസ് വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്തുള്ള അനേക മഹാന്മാർക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ ചില ധാരണകൾ ഉണ്ട്. മരണാനന്തര ഒരു ജീവിതം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അവർക്ക് അത് കേവലം ഒരു പ്രതീക്ഷ മാത്രമാണ്, അത് പ്രത്യാശയല്ല. പ്രസിദ്ധനായ വൈക്കം മുഹമ്മദ് ബഷീർ, മലയാള ലോകത്തിലെ ആ സാഹിത്യകാരനായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഒരിക്കലും പ്രസ്താവന ഇങ്ങനെ നടത്തി. താൻ ജീവിച്ചിരുന്ന കാലത്ത് അത് പ്രേം നസീർ മരിച്ചു കഴിഞ്ഞപ്പോൾ താൻ ഇറക്കിയ ഒരു പ്രസിദ്ധമായ പ്രസ്താവന നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് പറഞ്ഞത്: പ്രേം നസീർ മരിച്ചു പോയി, കുറെ നാളുകൾ കഴിയുമ്പോൾ ഞാനും മരിച്ചു പോകും. എങ്ങോട്ടാണാവോ ആർക്കറിയാം, അള്ളാഹ്ക്ക് മാത്രം അറിയാം. അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അഭിപ്രായമാണ്. ഇതുപോലെയാണ് മറ്റു പലർക്കും പറയുവാനുള്ളത്. അവർ പ്രത്യാശയില്ല. എന്നാൽ പ്രത്യാശയുള്ള ഭക്തന്മാരുടെയൊക്കെ ജീവിത അന്ത്യം നാം പരിശോധിച്ചാൽ എത്രയോ പ്രത്യാശ നിർഭരങ്ങളായ വാക്കുകളാണ് അവർ ഉരുവിട്ടിട്ടുള്ളത്. ഡിഎൽ മൂഡി പറഞ്ഞു, മരിക്കാൻ എന്ന സമയത്ത് സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട്, ഇതാണ് മരണമെങ്കിൽ എത്രയോ ഭാഗ്യകരമാണ്. ഭൂമി പിൻവാങ്ങുന്നു, സ്വർഗ കവാടം എനിക്ക് വേണ്ടി തുറക്കുന്നു, കർത്താവെന്നെ വിളിക്കുന്നു. അപ്പോസ്തലനായ പൗലോസും 2 തിമോഥെയോസ് 4:7 എഴുതുന്നുണ്ട്: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എന്റെ നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കർത്താവ് വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആരൊക്കെയാണോ കർത്താവായ യേശു ക്രിസ്തുവിൽ കാലാകാലങ്ങളിൽ വിശ്വസിച്ച് അവരുടെ ജീവിതം കർത്താവിന് സമർപ്പിച്ചിട്ടുള്ളത്, അവർ പ്രത്യാശയുള്ളവരാണ്. അതുകൊണ്ട് പ്രിയാന്റിയുടെ വിയോഗത്തിൽ ദുഃഖമുണ്ടെങ്കിലും ഈ ഭാഗത്ത് പറയുന്നത് പോലെ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല. പ്രിയ കുഞ്ഞുങ്ങൾക്കുമില്ല, പ്രിയ തമ്പിച്ചാനുമില്ല. നമുക്ക് ദുഃഖമുണ്ടെന്നാൽ പ്രത്യാശ നിർഭരമായ ഒരു ദുഃഖമാണ്. എന്താണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം? അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അതൊരു യാഥാർത്ഥ്യമാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കർത്താവ് വീണ്ടും ഉയർപ്പിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം, അടിസ്ഥാനം. മഹാനായ വോൾട്ടയർ നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ക്രിസ്ത്യാനികളെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ഒരു ഒഴിഞ്ഞ കല്ലറയുടെ ഓർമ്മയിൽ സന്തോഷിക്കുന്നവരാണ്. ഒരു ഒഴിഞ്ഞ കല്ലറയുടെ ഓർമ്മയിൽ സന്തോഷിക്കുന്നവരാണ്. അദ്ദേഹം പറയാൻ കാരണമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്നും പലസ്തീൻ നാട്ടിലുണ്ട്. അത് മാത്രമാണ് ലോകത്തിൽ ഒഴിഞ്ഞ കല്ലറയായിട്ട് അവശേഷിക്കുന്നത്.
ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് മൺപറഞ്ഞു പോയിട്ടുള്ള അനേകം മഹാന്മാരുണ്ട്. അതുപോലെ തന്നെ മത നേതാക്കന്മാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്. അവരുടെ എല്ലാം കല്ലറകൾ അടഞ്ഞു കിടക്കുകയാണ്. ഞാനിങ്ങനെ പറയട്ടെ, വോൾട്ടയർ നമ്മെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്, വിശ്വാസികളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണെങ്കിലും വാസ്തവത്തിൽ നാം അതിൽ അഭിമാനം കൊള്ളുകയാണ്. എന്താണ് കാരണം? മറ്റുള്ള എല്ലാ മഹാന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ നാം വിശ്വസിക്കുന്ന നമ്മുടെ ആത്മമണവാളനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രം ഇന്നും തുറന്നു കിടക്കുകയാണ്. അത് മൗനം എങ്കിലും വാചാലമായി ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് എന്താണ്? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം. അങ്ങനെ പ്രത്യാശയുള്ളവളായിട്ട് ജീവിച്ച് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന പ്രിയാന്റിയുടെ ജീവിതത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, പ്രിയമക്കളെ, നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? മാതാവ് കടന്നുപോയി, മക്കൾക്ക് ദുഃഖമുണ്ട്. എന്നാൽ പ്രത്യുപകാരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, മാതാവ് ശേഷിപ്പിച്ചിട്ടുള്ള പല നല്ല മാതൃകകളുണ്ട്. അത് ഞങ്ങളെക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. ആ മാതൃകകളെ അനുകരിക്കുക. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ആയുസ് അത്രയും നാം അറിയുന്നില്ല. ആ ഉള്ള ആയുസ് ദൈവനാമഹത്വത്തിന് വേണ്ടി ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും അത്രേ എന്ന് ധൈര്യത്തോടെ പറയുവാൻ നമുക്കും കഴിയും. അതുകൊണ്ട് ഈ സന്ദർഭം കേവലം പ്രിയപ്പെട്ടവരുടെ ദുഃഖം പങ്കുവയ്ക്കുക മാത്രമല്ല, നമ്മുടെ പ്രത്യാശയും പുതുക്കുന്ന ഒരു സന്ദർഭമായി ചില നല്ല തീരുമാനങ്ങൾ എടുത്ത് മടങ്ങിപ്പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ തമ്പിച്ചാനെയും അതുപോലെ തന്നെ മക്കളായ റേസിനെയും കുടുംബത്തെയും, റോയെയും കുടുംബത്തെയും, ഷെർലിയും കുടുംബത്തെയും, എല്ലാവരെയും, കൊച്ചുമക്കളെ എല്ലാവരെയും ദൈവം, സർവാശ്വാസങ്ങളുടെയും ദൈവം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ, ലോകത്തിന് കൊടുക്കുവാൻ കഴിയാത്ത, എടുക്കുവാൻ കഴിയാത്ത ദിവ്യ സമാധാനത്താൽ എന്നും തുടർന്നും ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, തുടർന്നുള്ള ശുശ്രൂഷകൾ എല്ലാം ദൈവം ആ മഹത്വത്തിനായിട്ട് തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, എനിക്ക് വളരെ അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാനിപ്പോൾ വിടവാങ്ങുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവ വചനത്തിൽ നിന്നും അനുഗ്രഹീതമായ ആശ്വാസ വാക്കുകൾ കർത്താവിന്റെ ദാസൻ നമുക്ക് നൽകിക്കൊണ്ടിരുന്നു. തുടർന്ന് ഗായക സംഘം ഒരു ഗാനം ആലപിക്കും. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ കൃത്യം 12 മണിക്ക് തന്നെ ഇവിടെയുള്ള ശുശ്രൂഷകൾ അവസാനിപ്പിച്ചേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ആ പാട്ടിന് ശേഷം 2 പ്രിയപ്പെട്ടവർ അനുസ്മരണത്തിൻ്റെ ചില വാക്കുകൾ, അനുസ്മരണത്തിന് 3 മിനിറ്റ് സമയമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. മിസ്റ്റർ സാമുവൽ തോമസും, അദ്ദേഹം ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റാണ്. തുടർന്ന് മിസ്റ്റർ ജോർജ് വർഗീസ് തമ്പുക്കയിൽ ഗാനാലാപനത്തിന് ശേഷം ഈ 2 പേർ അനുസ്മരണത്തിൻ്റെ ഏതാനും വാക്കുകൾ പറയുന്നു. ഓട്ടം തികച്ചു വിരുദിനായി ലോകെ ഞാനൻ ഓട്ടം തികച്ചു വിരുദിനായി പറന്നീടും ഞാൻ മറുരൂപമായി രാജൻ സന്നിധം പറന്നീടും ഞാൻ മറുരൂപമായി പരനേശു രാജൻ സന്നിധം ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സജസന്നദ്ധര പിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ.
തിരുമാവു കണഞ്ഞിടുമേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാവു കണഞ്ഞിടുമേ ദൂതസംഘം ആകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധനിടുന്നേ ശുഭ്രവസ്ത്രധാരിയാൻ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയാൻ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ മിസ്റ്റർ സാമുവൽ തോമസ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഗാന്ധിജി നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതികരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നതെങ്കിലും ഈ കുടുംബത്തോടെ ഇമ്മീഡിയറ്റ് നെയ്ബർ എന്നുള്ള നിലയ്ക്ക് കുറേ കൂടെ ബന്ധം ഈ കുടുംബമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരുടെ ദുഃഖവേളയിൽ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല എങ്കിലും ഈ കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ദിവ്യ പ്രത്യാശയുള്ള ഒരു കുടുംബമായതുകൊണ്ട് അവരുടെ താൽക്കാലികമായിട്ടുള്ള ഈ ദുഃഖത്തിൽ ഉപരിയായി ഒരു പ്രത്യാശയുടെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. പ്രിയ ആൻറ്റി വർഷങ്ങളായി ക്ഷയാവലംബിയായിരുന്നുവെന്ന് നമുക്ക് അവർക്ക് അറിയാം. അതിൽ നിന്നൊരു വ്യത്യാസം സ്തോത്രം ദൈവം കൊടുത്ത് താൻ പ്രത്യാശ വെച്ചിരുന്ന ആ ദൈവത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ളത് സന്തോഷത്തിന് വക നൽകുന്നൊരു കാര്യം കൂടെയാണ് എന്ന് ഹല്ലേലൂയ സ്തോത്രം. ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. വർഗീസ് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിവിടെ എൻ്റെ പേര് ജോർജ് വയസ്സ് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നതിന് കാരണം പ്രിയ മാതാവിൻ്റെ മകൾ ഷേർലിയും സണ്ണിയും ഞങ്ങൾ ഫിലദൽഫിയയിൽ ഞങ്ങൾ അടുത്ത അയൽവക്കക്കാരാണ്. കഴിഞ്ഞ ദിവസം സണ്ണി വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വരികയും പോയി മാതാവിനെ കാണുകയും ചെയ്തു. അപ്പോൾ സണ്ണിയാണ് എന്നെ വിളിച്ചറിയിച്ചു തന്നെ ഈ കാര്യം പോയി മാതാവ് കിടന്നു പോയി എന്നുള്ള കാര്യം. സണ്ണിയും ഞാനിവിടെ പരിചയപ്പെടാൻ കാരണം തന്നെ ഞാൻ അടുത്ത കാലത്താണ് ഞങ്ങൾ സണ്ണിക്ക് ഒരു മാരകമായ ആശനുണ്ടാകുകയും ആശനിൽ നിന്ന് ദൈവം അത്ഭുതമായി വിടുവിക്കുകയും ഇന്ന് അമേരിക്കയുടെ പല പ്രദേശങ്ങളിൽ സണ്ണി ഇന്ത്യയിൽ ഇവിടെയും വന്ന് ആ സുവിശേഷമായി കിടന്നു ചെല്ലുവാനും അത്ഭുതമായി തന്നെ വിടുവിച്ച ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാനും സണ്ണി ദൈവം സഹായിച്ചു. അത് ആ ദേശത്തൊരു സാക്ഷ്യമാണ്. ഇന്നും സണ്ണി ഒരാൾ ആക്റ്റീവായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് കടന്നു വരികയും പല ഭാഗങ്ങളിൽ കിടന്നതിന് ശേഷം പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് പ്രിയ സഹോദരനോട് ആയിരിക്കുന്നല്ലോ ഫിലമിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രിയ മാതാവ് അവളുടെ ചെറുപ്പത്തിൽ തന്നെ രക്ഷകനായ യേശുവിനെ കണ്ടുമുട്ടുവാനും നൽകി കൊടുത്ത കൃപയിൽ അന്ത്യത്തോളം നിൽപ്പാനും കർത്താവ് സഹായിച്ചു. കൊച്ചുമക്കളെ കാണുവാൻ ദൈവം സഹായിച്ചു. ഇത്രത്തോളം പ്രത്യാശയോടെ ദൈവം സൂക്ഷിച്ച കൃപയ്ക്ക് ശ്രദ്ധിക്കുന്നു. പ്രിയാങ്കിളിനെയും അടുത്ത കാലത്താണ് ഈ പരിയപ്പനോടെയായത്. ഈ കുടുംബമായിട്ട് അങ്ങനെ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാം ദൈവകൃപയിൽ നിൽക്കുന്നവരാണ്. ഈ ലോകത്തിന് താൽക്കാലികമായ ഒരു മാറ്റപ്പെടൽ ഉണ്ടായിക്കഴിഞ്ഞാലും നിത്യതയുടെ തുറമുഖത്ത് വീണ്ടും ഒന്നിച്ച് കാണാമെന്നുള്ള പ്രത്യാശ നമുക്കെല്ലാവർക്കും ഉണ്ട്. കാരണം താൽക്കാലികം ലോകമാണ്. ഞാൻ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഡോക്ടർ ബില്ലി ഗ്രാമിൻ്റെ ഒരു ബുക്കുണ്ട്. അവിടെ 93-94 വയസ്സാണ്, വീട്ടിൽ വിശ്രമിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയിരുന്ന വ്യക്തി നിയർ ഹോം, വീടോടടുക്കുന്നു. നമ്മളെല്ലാവരും വീടോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം വീടോടടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കഥ ഇങ്ങനെയാണ്. ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ ട്രെയിൻ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ, കാരണം അദ്ദേഹത്തെ ഡോക്ടർ ബില്ലി ഗ്രാമിനെ വെറ്റേൺസിൻ്റെ ഒരു മീറ്റിങ്ങിൽ വിളിച്ചു. അപ്പോൾ ഇത് 93, 90, 93, 80 വയസ്സുള്ള ആൾക്കാരൊക്കെ ആ മീറ്റിങ്ങിന് കടന്നു വന്നപ്പം ഇദ്ദേഹം ഇവരോടൊരു കഥ ചോദിച്ചു. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ അറിയാമോ? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അറിയാമോ? അപ്പോൾ ഇങ്ങനെ ഒരു കഥ ഇദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയോ ട്രെയിൻ ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി. അപ്പം അദ്ദേഹം ഇവിടെ എല്ലാം കിടന്ന് ട്രെയിൻ ടിക്കറ്റ് നോക്കുക. അവിടെ കിടന്ന് പരക്കം പോയി ട്രെയിനിൻ്റെ അടിയിലെല്ലാം നോക്കുമ്പോഴേ ടിക്കറ്റ് എക്സാമിനോട് കയറി വന്നു. എക്സാമിന് കയറി വന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്ന ആളാരാണെന്ന്.
അപ്പോഴത്തേനും പറഞ്ഞു, സാർ ടിക്കറ്റിന് വിഷമിക്കേണ്ട, എനിക്കറിയാം താങ്കൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, കളഞ്ഞു പോയതാണ്, അതുകൊണ്ട് സാർ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പറഞ്ഞ അതല്ല. അത് കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി പോയി. അടുത്ത കമ്പാർട്ട്മെന്റ് വീണ്ടും മടങ്ങി അദ്ദേഹം വന്നപ്പോഴും ഇദ്ദേഹം ടിക്കറ്റ് അന്വേഷിക്കുക, ട്രെയിൻ എടുക്കണം. അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തിനാ ഞാൻ അങ്ങനോട് പറഞ്ഞില്ലേ ടിക്കറ്റ് ഒക്കെ എടുത്താണെന്ന് എനിക്കറിയാം, പക്ഷേ അത് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇപ്രകാരം പറഞ്ഞൊരു കാര്യം പറഞ്ഞു, ഞാൻ ടിക്കറ്റ് എടുത്തുള്ള വിഷയം, ഞാൻ എങ്ങോട്ടാ പോകുന്ന ഡെസ്റ്റിനേഷൻ എനിക്കറിയില്ല. ആ ടിക്കറ്റ് കണ്ടെങ്കിൽ മാത്രമേ ഞാൻ എങ്ങോട്ട് പോകുന്ന എനിക്കറിയാനോ, ഇപ്പോൾ ഡെസ്റ്റിനേഷൻ മറന്നുപോയി. എന്നിട്ട് തിരിച്ച് ഇത് കേട്ടപ്പോൾ അവരെല്ലാം കൂടി ചിരിച്ചിരുന്ന വെറ്റേൺസ് എല്ലാം കൂടി ചിരിക്കാൻ തുടങ്ങി. അപ്പോഴത്തെ തിരിച്ച് അദ്ദേഹത്തെ ചോദിച്ചു, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് അറിയാമോ? ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ വെള്ളം ഒരു പിൻ ഡ്രോപ്പ് സൈലന്റ് ഉണ്ട് അവിടെ, കാരണം അവർക്ക് ആർക്കും അറിയില്ലത്. അപ്പൊ അതിനെക്കുറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ അറിയാത്ത വലിയൊരു ഭാഗം ആൾക്കാരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന സമയങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യാശ ഈ മരണം നമ്മളെ താൽക്കാലിക പ്രതിഭാസമാണെന്നും നിത്യയുടെ തുറമുഖത്തെത്തും എന്നുള്ള പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെയും പ്രിയ പിതാവിനെയും ബന്ധുത്താദികളൊക്കെയും സർവശക്തനായ ദൈവം സർവാശ്വാസങ്ങളുടെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വാക്കുകൾ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആശ്വാസത്തിനായി മാത്യു ഫിലിപ്പ് ഇപ്പോൾ കടന്നുകൊണ്ടാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിലുള്ള സർവ ആശ്വാസത്തിൻ്റെയും ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കുവാൻ, ആശ്വാസത്തിന്റെ വാക്കുകൾ കേട്ട് ഞങ്ങളുടെ കർത്താവിന് സ്തോത്രം കരയറ്റുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സാവകാശം കൂടെ അവിടുന്ന് നൽകിയല്ലോ. ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരി ഞങ്ങളുടെ ഭാരതപ്പെട്ട കർത്താവിന്റെ സന്നിധാനത്തിൽ വിശ്രമിക്കുന്നു. അതോർത്ത് തിരുനാമത്തിന് സ്തോത്രം. സമർപ്പിച്ചിട്ടുള്ള സകലരും വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സന്നിധാനത്തിലേക്കാണ് ചെല്ലുന്നത് എന്നുള്ള വലിയ വസ്തുത ഈ രാവിലെയും കേൾക്കുവാനായിട്ട് ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. വിശ്വസിക്കാത്തവർക്കുള്ള ശിക്ഷാവധിയും ഞങ്ങൾ ദൈവവചനത്തിൽ കൂടെ കേൾക്കുവാനായിട്ട് സാധിച്ചു. ഞങ്ങളുടെ ഭാരതപ്പെട്ട കർത്താവ് പ്രിയ സഹോദരിക്ക് യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദത്തെ പിൻപറ്റിക്കൊണ്ടൊരു വിശ്വാസ ജീവിതം നയിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ചത് കൊണ്ട് സ്തോത്രം. കുടുംബമായി പ്രിയ സഹോദരിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൂടെ ഏറെ നാളുകളായി കഴിഞ്ഞുകൂടി എന്ന് വരികിലും ഞങ്ങളുടെ ഭാരതപ്പെട്ട കർത്താവിന്റെ സന്നിധാനത്തിലേക്ക്, രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത ആ നിത്യമായിരിക്കുന്ന ഭവനത്തിലേക്ക് പ്രിയ സഹോദരിയെ ചേർക്കുവാൻ അവിടുത്തേക്ക് ഇഷ്ടം തോന്നിയത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുകയും ഞങ്ങൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് വേണ്ട ആശ്വാസത്തെ നൽകിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളെല്ലാവരും ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ സ്വർഗീയമായിരിക്കുന്ന പൗരത്വത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കേണ്ടവരാണല്ലോ. ആ വലിയ താല്പര്യത്തോടുകൂടെ ഞങ്ങളുടെ സ്വർഗീയ പൗരത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ ഞങ്ങളുടെ ചുരുക്കം ചില കാലങ്ങൾ ഇവിടെ കഴിച്ചു കൂട്ടുവാൻ ഞങ്ങളെ അവിടുന്ന് പ്രത്യേകമായി സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ചേർക്കുവാനായിട്ട് കടന്നു തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ ദുഃഖകരമായിരിക്കുന്ന വേദനയുള്ള ഈ ശരീരത്തിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് തെളിവിച്ച് ഞങ്ങളുടെ കർത്താവിൻ്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ വരവിനെ നോക്കിക്കൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതകാലം കഴിച്ചു കൂട്ടുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ദുഃഖത്തിലായിരിക്കുന്നവരെയും ഇവിടെ കടന്നു വന്ന എല്ലാ ബന്ധുമിത്രാദികളെയും കൂട്ടവിശ്വാസികളെയും ഓർക്കുകയും ഞങ്ങൾ അവർക്കെല്ലാം വേണ്ടി ഈ സമയത്ത് അവിടുത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നിവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ഞങ്ങളുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് വ്യക്തമായി കാണുവാനും അതനുസരിച്ച് കർത്താവിനെ കൂടുതലായി സ്നേഹിച്ച് ഞങ്ങളുടെ വിശ്വാസ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ
ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഇടയാക്കുകയും ചെയ്യണമേ. ആരെങ്കിലും കടന്നു വരുവാനായിട്ടുണ്ടെങ്കിൽ അവരും തക്ക സമയത്ത് എത്തിച്ചേരുവാനും ഞങ്ങളുടെ പ്രിയ സഹോദരിയുടെ ഈ ഭൗമിക ശരീരം കർത്താവിൻ്റെ ഇഷ്ടാനുസരണം അടക്കം ചെയ്യുവാനുള്ള എല്ലാ ദൈവകൃപയും വിശ്വാസികളായിരിക്കുന്ന സഭകളായിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അവിടെ നിങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ അന്നുള്ള നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നത് അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിനാർത്തലെ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുവൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാൻ ഉയർത്തുതൻ ഭക്തഭവനി ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുവൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുവൻ പേരും കർത്തൻ തീർക്കുരാപ്പതിൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എൻ്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും ശുശ്രൂഷയുടെ ക്രമീകരണം കൂടുതലായിട്ട് വന്നവരുടെ അറിവിന് വേണ്ടി ഒന്നുകൂടെ പറയുന്നു. കൃത്യം 12 മണിക്ക് തന്നെ ഇവിടെയുള്ള ശുശ്രൂഷകൾ അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ വിധത്തിലാണ് ശുശ്രൂഷകൾ മുമ്പോട്ട് പോകുന്നത്. തുടർന്ന് 3 കർത്താവിൻ്റെ ദാസന്മാർ അനുസ്മരണം പറയും. ബ്രദർ VI ജോയിക്കുട്ടിയും തുടർന്ന് ബ്രദർ കുഞ്ഞു തോമസും തുടർന്ന് ഇവാഞ്ചലിസ്റ്റ് ജോൺസൺ സാമും ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ 3 മിനിറ്റ് അല്ലെങ്കിൽ ഏറ്റവും അധികമായ 4 മിനിറ്റ് അതിനപ്പുറം. കൂടാതെ തന്നെ അനുസ്മരണത്തിൻ്റെ വാക്കുകൾ നമുക്ക് ആശ്വാസത്തിനായി അറിവിനായും പ്രസ്താവിക്കും.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വളരെ ദുഃഖ സാന്ദ്രതയോടെ ആണ് ഹൃദയംഗമായി ഭൗമിക ജീവിതത്തിൻ്റെ എൻ്റെ നേരെ മൂത്തത്. ഞങ്ങൾ 8 മക്കളിൽ ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഞങ്ങൾ 8 പേരുള്ളതിൽ ഏറ്റവും മൂത്ത എൻ്റെ സഹോദരിയാണ് ഈ മേരിക്കുട്ടി. ഞാനെന്ന് പറയുന്നത് എൻ്റെ നേരെ തൊട്ടടുത്ത സഹോദരൻ. ഞങ്ങൾ 8 പേരിൽ ഇപ്പോൾ ഇനി ശേഷിക്കുന്നത് ഞങ്ങളുടെ ഒരു സഹോദരി മാത്രമാണ്. 2 സഹോദരിമാർ നേരത്തെ കടന്നുപോയി. ആദ്യമേ കടന്നുപോയ ഒരു സഹോദരി ഭർത്താവാണ്, കുഞ്ഞമ്മ സാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കടന്നു പോയിട്ട് 14 വർഷത്തോളമാണെന്ന് തോന്നുന്നു. കറക്റ്റ് ഓർക്കുന്നില്ല ഇപ്പോൾ തന്നെ. എൻ്റെ നേരെയുള്ള സഹോദരിയും കടന്നുപോയി 2 വർഷം മുമ്പ്. അവളുടെ മോനാണ് സർവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതിനൊക്കെ ഉപരി പറയാൻ ഞങ്ങൾ ആൾട്ടർനേറ്റീവാണ്. ആണ് ഒരു പെണ്ണ്, ആണ് ഒടുക്കം ഒരു ആണ്. ആ തലത്തിൽ 8ാമത്തെ എൻ്റെ സഹോദരൻ ഏറ്റവും മുന്നിൽ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പെട്ടെന്നുള്ള അറ്റാക്ക്. ഷാർജയിൽ വെച്ച് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ ബാബരി മസ്ജിദ് പൊളിഞ്ഞ ആ ദിവസം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. 1992 അവൻ്റെ നല്ല യൗവനത്തിൽ എൻ്റെ ഭാര്യയും 2 മക്കളെയും വെടിച്ച് കടന്നു പോയി. എങ്കിലും അവന് പ്രത്യാശ അവിടെയായിരുന്ന നല്ല ആത്മീയനും ആയിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അത്രത്തോളവും ആത്മീയ നിലവാരം പുലർത്തിയില്ലെങ്കിലും എൻ്റെ നേരെ ആണുങ്ങളിൽ നേരെയുള്ള ഒരു അനിയനുണ്ട്. അത് ബേവുകുട്ടി എന്ന് പറയും. അടൂർ ഗ്യാസ് എന്ന് പറഞ്ഞ ഷാർജയിൽ അനേക വർഷങ്ങൾ സർവീസ് ചെയ്ത ആളാണ്. അത് കഴിഞ്ഞ് ഉള്ളത് എൻ്റെ ഒരു ബോസ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ. അദ്ദേഹം ഇപ്പോഴ് സ്ഥലത്തില്ല, സ്റ്റേറ്റ്സിൽ എൻ്റെ മക്കളോടുകൂടി ആയിരിക്കുന്ന 6 മാസത്തേക്ക് പോയെങ്കിലും 2 മാസത്തിനകം ബ്ലെസ്സിങ് മോള്, അതായത് ഇളയ മോളെ ഞങ്ങൾ ബ്ലെസ്സി എന്നാണ് വീട്ടിൽ വിളിക്കാറുള്ളത്. ഷെർലിനൊക്കെ ഇവിടെ ഒഫീഷ്യൽ നെയിം ഉണ്ടെങ്കിലും ബ്ലെസ്സി മോളുടെ അടുത്ത് വിലകളും എല്ലാവരും കൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബോസും എന്നെ വിളിച്ചു. അച്ഛാ, അനുസ്മരണം പറയുമ്പോഴെൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും അനുസ്മരണം പ്രത്യേകം അത് ഓർപ്പിക്കണമെന്ന് എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും മോനെയൊക്കെ വിളിച്ച് ആ കാര്യങ്ങൾ ഓർപ്പിച്ചു. ബോസ് പ്രത്യേകിച്ച് അമ്മാവയെ സംബന്ധിച്ചോളൂ ഒരു കടംപെട്ട അന്തരീക്ഷമുണ്ട്. കാരണം അനുസ്മരണം പറയുമ്പോൾ അല്പസമയം കൂടി ഞാൻ എടുക്കുന്നതിൽ വിരോധിക്കരുത്. ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിലെ ചില രംഗം പറഞ്ഞ് അതൊന്ന് തീർക്കേണ്ടതായിട്ടിരിക്കുന്നത് കൊണ്ട് ക്ഷമിക്കണം. ആ തലത്തിൽ ഈ ബോസ് ഇവരുടെ കുടുംബമായ ആസാമിലായിരിക്കുന്ന സമയത്ത് കടന്നുപോയി തനിക്ക് ഒരു വഴി തെളിച്ചു കൊടുത്തതും തൻ്റെ ജീവിത പാന്താവിൽ ഒരു നല്ല മാർഗം തുറന്നതും പ്രിയ അമ്മാമയും തമ്പിച്ചാൻ്റെയും കുടുംബമായിരുന്നു. അതിന് 2 പക്ഷമില്ല. അത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ പശ്ചാത്തലമാണ്. ബേബിയുടെ കുടുംബത്തിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വെളിയിലാണ്. ഭാര്യയ്ക്ക് നല്ല സുഖമില്ല, ഭവനത്തിലായിരിക്കുന്നു. എൻ്റെയും കുടുംബം ക്ഷീണിതരാണ്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങളുടെ മാതാവ് എന്ന് പറയുന്നത് അടൂർ കെങ്കയിലെ ആദ്യകാല വിശ്വാസികളുടെ അതായത് സാമുദായിക അന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും മുന്നിലിറങ്ങിയ കുടുംബങ്ങളിൽ ഒന്ന് കെങ്കേൽ കുടുംബവും, 2ാമത് വെട്ടിപ്പണ്ണൽ കുടുംബവും, പിന്നെ വിളയിൽ കുടുംബം. ഇങ്ങനെ 4-5 കുടുംബങ്ങൾ കണ്ണങ്കോട് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കർത്താവിൻ്റെ വിളി ലഭിച്ച കുടുംബങ്ങളിൽ ഞങ്ങൾ 3ാം തലമുറയായി അവിടെ നിൽക്കുമ്പോൾ തന്നെ നോയൽ സാഹിബ് പരുത്തപ്പാറ സഭ സ്ഥാപിച്ച് അവിടെ അടൂരുള്ള പരുത്തപ്പാറ, ഇവിടുത്തെ അല്ല, ക്ഷമിക്കണം, അടൂർ പരുത്തപ്പാറ അസംബ്ലി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടൂർ സെൻറ്ററിനോട് ഏറ്റവും അടുത്ത ഒരു പഴയ അസംബ്ലി ഉണ്ട്. നോയൽ സാഹിബ് സ്ഥാപിച്ചതാണ്. 115 വർഷങ്ങൾക്ക് മുമ്പാണ്. അവിടെ കൂടി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പന്തിവിഴ ബദയിൽ ബ്രദറിന് അസംബ്ലി ആയിട്ട് ഞങ്ങളുടെ വലിയപ്പച്ചന്മാരെല്ലാം കൂടെ ചേർന്ന് അവിടെ കൂടി. ആ തലത്തിൽ ആദ്യകാല വിശ്വാസത്തിന് ഞങ്ങൾക്ക് കുടുംബമായി അവിടെ ആയിരുന്നത് മുഖാന്തരം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മാതാവ് വിശേഷാൽ വെട്ടിപ്പണിയിൽ
ഞങ്ങളുടെ അപ്പച്ചൻ ഈ പറയുന്ന പോലെ രണ്ടാം തലമുറയും ഞങ്ങൾ ഇങ്ങനെ മൂന്നാം തലമുറ ആയി വരുമ്പോൾ തന്നെ ഞങ്ങൾ അവിടെ വിശ്വാസ കുളത്തിലായിരുന്നത് കൊണ്ട് ചെറുപ്പം മുതൽ തന്നെ 10-11 ക്ലാസ്സുകളോളം സൺഡേ സ്കൂളിൻ്റെ അധ്യയനം ലഭിച്ചത് കാരണം ദൈവവചനം മനസ്സിലാക്കിയ കാരണം ചെറുപ്പത്തിലെ ഞങ്ങൾക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള സൗഭാഗ്യം ലഭിച്ചു. ആ തലത്തിൽ എൻ്റെ കൊച്ചമ്മമാരായ 2 പേർ എന്നെക്കാൾ എല്ലാവരും ഇവിടെ ഇപ്പോഴുണ്ട്. സനന്ദനുണ്ട്, കൊച്ചപ്പനും ഇവിടെ ഉണ്ട്. അവരൊക്കെ എൻ്റെ അമ്മയെന്ന് പറയുന്ന ഏറ്റവും മൂത്ത മകളായിരുന്നു. കൊച്ചുകോശി എന്ന് പറയുന്ന ഉപദേശി എന്നാണ് അറിയുന്നത്. കുഞ്ഞു ഉപദേശി എന്നാണ് അവിടെ അടൂർ അറിയപ്പെടുന്നത്. ആ വല്യപ്പച്ചൻ്റെ പരിചരണവും ഞങ്ങൾക്ക് ആവശ്യത്തിന് ലഭിച്ചതാണ് സമയാസമയങ്ങളിൽ. അതുകൊണ്ട് ദൈവകൃപയിൽ നിലനിന്ന് പോന്നു. ആ തലത്തിൽ മേരിമാമയും ആദ്യമേ റെയിൽവേയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ആസാമിൻ്റെ ഏരിയയിലൊക്കെ കടന്നു പോയെങ്കിൽ തന്നെയും ഞാനും ആർമിയിൽ ജോയിൻ ചെയ്തു 63 ആ സമയങ്ങളിൽ. അത് കഴിഞ്ഞ് അമ്മാവനടുക്കെ പോവുകയും ഇവിടെ വരിക. ആ തലത്തിലും തമ്പിച്ചായനും അമ്മാമയും ഈ കുടുംബം അവര് വളർന്നു വന്ന ഇടത്തിൽ ഗ്രേസ് മോളും റോയ് മോനും ഞങ്ങളുടെ ഭവനത്തിൽ ചെറുപ്പകാലങ്ങൾ അമ്മമ്മ പലയിടത്ത് മാറി പോകുന്നതുകൊണ്ട് ഒരു പ്രായം വരെ ഗ്രേസ് മോളും വീട്ടിൽ നിന്നാണ് പഠിച്ചത്. റോയ് മോനും കുറച്ച് ക്ലാസ്സുകൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ മോൻ്റെ വാത്സല്യം മോന് വേണ്ടി കരുതുന്നത് കൊണ്ട് അമ്മമ്മയുടെ അടുത്ത് തന്നെ അവർ രണ്ടും അടുപ്പിച്ച് വന്ന സമയത്ത് തിരുവനന്തപുരത്ത് വന്ന സമയത്ത് അളിയനും നമ്മുടെ തമ്പിച്ചായനും ലഭിച്ചതനുസരിച്ച് ഇവിടെ പോരുകയായിരുന്നു. അത് ഞാൻ പറഞ്ഞ് നീട്ടി സമയം വേസ്റ്റ് ചെയ്യുകയല്ല ഇപ്പോഴ്. എങ്കിലും കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ അവരെ നിലനിർത്തുവാൻ അമ്മാമയ്ക്കും തമ്പിച്ചായനും ഇത്രത്തോളം ദൈവം കൃപ കൊടുത്തതിന് ഞാൻ ദൈവനാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി ഇവിടെ ആയിരിക്കുന്ന ദൈവജനം അവർക്ക് കൊടുത്ത ആ നല്ല കരുതൽ, നല്ല താങ്ങ്, അത് ഒരിക്കലും മറക്കാവതല്ല. ഇപ്പോഴും കഴിഞ്ഞ ഞങ്ങൾ അടൂരിൻ്റെ പ്രദേശത്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ ഗൾഫിൻ്റെ പ്രദേശത്തായിരുന്നപ്പോൾ പ്രിയ മാത്യുക്കുരു സഹോദരനും ഞങ്ങളൊക്കെ ഒന്നിച്ച് അവിടെ ശുശ്രൂഷയിലായിരുന്ന രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നാട്ടിൽ 99 ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ് നാട്ടിൽ സഭയുള്ള ബന്ധത്തിൽ ചെറിയ ശുശ്രൂഷകളൊക്കെ ആവോളം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അടൂരും ഇവിടെ ആയിട്ട് ഇത്രയും ഡിസ്റ്റൻസ് കിടക്കുന്നുണ്ട്. വന്നും പോയി എപ്പോഴും ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ എപ്പോഴും തിരക്കിയും വിലക്കിയിരുന്നു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ എന്നെ പെട്ടെന്ന് വിളിച്ചറിയിച്ചപ്പോൾ ഞാൻ വളരെ അതിൽ ദുഃഖിച്ചു. അപ്പോൾ തന്നെ ഉടനെ വരാൻ കഴിഞ്ഞില്ല. എങ്കിൽ തന്നെ ശനിയാഴ്ച രാവിലെ തന്നെ ഞാൻ വരികയും പ്രിയ സജീവ് ബ്രദറായി അതുപോലെ ജോണിക്കുട്ടി സഹോദരനായി പുറപ്പെട്ടവരൊക്കെയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് ഒരു താങ്ങായിരുന്നു. പല രീതിയിൽ ആശുപത്രിയിലെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ തമ്പിച്ചായന് ഈ പ്രായത്തിലും ഒരു താങ്ങ് കൊടുക്കുവാൻ എനിക്കും അല്പമായ സാവകാശം ലഭിച്ചത് ദൈവനാമത്തിൽ അവരുടെ കുടുംബത്തോട് എന്നെ ഞാൻ കടന്നു വരുമ്പോഴൊക്കെയും ഇപ്പോഴും നന്ദിയോടെ എനിക്ക് ജോയി നീ വല്ലതും കഴിച്ചേ പോകാവൂ, അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞ് അമ്മാമ്മയായാലും അച്ചായനായാലും തമ്പിച്ചായനായാലും എന്നെ അങ്ങനെ വിടില്ല. അതുപോലെ ഇപ്പം എല്ലാവരും തന്നെ ഇവിടെ തിരുവനന്തപുരം ആയതുകൊണ്ട് എയർപോർട്ടിലും വന്നും പോകുമ്പോഴൊക്കെ സഹോദരങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ വന്നും പോയി ഒക്കെ നിൽക്കുന്ന ഒരു ഭവനമായിരുന്നു ഇത്. അതിന് കുഞ്ഞുങ്ങളുടെ റോയി ഈ കുറച്ച് നാളുകൾ കൊണ്ട് പോയിട്ടുണ്ട് പ്രദേശത്ത് കുടുംബമായിട്ടായിരിക്കുമ്പോൾ തന്നെ ഗ്രേസ് മോൾ നാട്ടിലായിരിക്കുന്നു. അവളുടെ അമ്മയ്ക്ക് ഒരു മൂത്ത മോളുടെ കരുതൽ ലഭിച്ചത് ഞാനും ദൈവസന്നിധി നന്ദിയോട് ഓർക്കുകയാണ്. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. റോയി മോന് മാത്രത്തിലായിരിക്കട്ടെ. ബ്ലസ്സിമോളുടെ ഈ സംഭവത്തോടെ ബന്ധത്തിൽ ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോൾ അവൾക്ക് വളരെ ദുഃഖമുണ്ട്. ആ കാര്യത്തിൽ ഇളയ മകളാണ്, അവളുടെ കൂടെ നിന്ന് വളർന്നതാണ് കൂടുതലും. എന്നാൽ ഗ്രേസ്മോള് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വല്യമ്മച്ചിയുടെ കെയറാണ് ആ സമയങ്ങളിൽ ലഭിച്ചെങ്കിലും അമ്മച്ചിയുടെ കെയറും ഇവർ തമ്മിലുള്ള ഈ ബന്ധത്തിൽ ദൈവം അവരെ കുടുംബ ജീവിതത്തിൽ ഇന്നും വിശ്വാസകുളത്തിൽ തന്നെ ഇവർ മൂവരും കർത്താവിൽ നിലനിന്ന് അവരുടെ ജീവിത ഔദ്യോഗിക രംഗങ്ങളിൽ കർത്താവ് കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളും അടൂര് സഭയുടെ സുവിശേഷകൻ ജോൺസൺ സാമൂടെ ഉണ്ട്. സാറ് എൻ്റെ വേറൊരു അദ്ദേഹവും അവിടുത്തെ എൽഡേഴ്സിൽ ഒരാളാണ്. അവരെ അല്പസമയം അതുപോലെ കൊച്ചപ്പനും അല്പസമയം എടുക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ തന്നെ അനുസ്മരണമായിട്ട് മേരിയമ്മയെ സംബന്ധിച്ചോളവും ഈ കഴിഞ്ഞ 80 ചുവടെ മുന്നോട്ട് നിൽക്കത്തേ ഉള്ളൂ. എനിക്കും ഞാൻ ഫെബ്രുവരി 1939 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ തന്നെ ഏതാണ്ട് 78 കഴിയാൻ പോകുന്നു എനിക്കെന്നാണ് എൻ്റെ കണക്കൂട്ട്. അപ്പോൾ തന്നെ ഈ തരത്തിൽ ദൈവം ഞങ്ങളെ ഇത്രത്തോളം നിലനിർത്തി
ഞങ്ങളുടെ സഹോദരങ്ങളെയും ഇത്രത്തോളം നിലനിർത്തിയ എല്ലാ കൃപയ്ക്കായി ഞാൻ സ്തുതിക്കുന്നു. അതിലുപരിയായിട്ട് ഏറ്റവും ഇളയ സഹോദരൻ നേരത്തെ കടന്നുപോയ സഹോദരൻ്റെ മകൻ മാത്രം ഞങ്ങളുടെ മധ്യത്തിലുണ്ട്, ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. കുടുംബവും ക്ഷീണയാണ്, നാട്ടിലുണ്ട്. അവരും ദൈവം അവരെ നിലനിർത്തി എല്ലാ തരത്തിലും ഞങ്ങളുടെ കുടുംബത്തെ തുടർന്നും നിങ്ങൾ പ്രാർത്ഥനയിൽ കൊടുക്കും. ഈ കുടുംബത്തെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും കൊടുത്ത എല്ലാ സ്നേഹത്തിനും സഭയോടും ഇവിടെ കടന്നു വന്ന് ഇന്നത്തെ ശുശ്രൂഷയിൽ ചെയ്യുന്ന പങ്കുള്ള എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയും ദൈവനാമത്തിലുള്ള എല്ലാ നന്ദിയും ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ അനുസ്മരണത്തിനായിരുന്നു. അവിടെ കടന്നു വന്ന പലർക്കും അനുസ്മരണത്തിൻ്റെ പല വാക്കുകളും പറയേണ്ടത് ആവശ്യമാണെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടിയ ലിസ്റ്റ് അനുസരിച്ച് ഇനി 2 പേർ കൂടെ സാവകാശമുണ്ട്. ബ്രദർ ബി.ഐ. ജോയിക്കുട്ടി ദ്രാസൻ അത് ആവശ്യമായ നിലയിൽ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും പരിചയവുമെല്ലാം അത് വ്യക്തമാക്കി ആ വിധത്തിലുള്ള പല കാര്യങ്ങൾ അറിയുവാൻ നമുക്ക് ഇട നൽകി. തുടർന്ന് 15-20 മിനിറ്റിനുള്ളിൽ ഈ ശുശ്രൂഷകളുടെ അവസാനിപ്പിക്കണം. ഒടുവിലായി കർത്തദാസൻ ജോൺ പണിക്കർ വചനത്തിൽ നിന്ന് ചുരുക്കമായി സംസാരിക്കണം. അതിനുശേഷം സെമിത്തേരിയിലും താൻ തന്നെയായിരിക്കും ദൈവവചന ശുശ്രൂഷ. തുടർന്ന് അനുസ്മരണത്തിൻ്റെ ഏതാനും ചുരുങ്ങിയ വാക്കുകൾ ബ്രദർ കുഞ്ഞ് തോമസും തുടർന്ന് ഇവാഞ്ചലിസ്റ്റ് ജോൺസൺ സാമും പ്രസ്താവിക്കുകയായി. ദൈവനാമം മഹത്വപ്പെടുന്നതാകട്ടെ. പ്രിയ മേരിക്കുട്ടമ്മയുടെ ഇളയ സഹോദരിയാണ് ഞാൻ വിവാഹം ചെയ്യുന്നത്. എൻ്റെ ഓർമ്മ 1974 മുതൽ ഒരു അന്യൻ എന്നുള്ള സൗഹൃദം പുലർത്തുവാൻ തക്കവണ്ണം ഞാൻ വളരെ ചിന്തയോടുകൂടിയാണ് ഇവിടെ ഇരുന്നത്. വിശേഷാൽ 2 രീതിയിലാണ് ഞാനിവിടെ അനുസ്മരണം പറയേണ്ടതെന്ന് എന്നോട് നേരത്തെ സഭയായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഒന്ന് അനിയത്തിയുടെ ഭർത്താവെന്നും മറ്റേത് സഹോദരൻ സഭയുടെ ഒരു എളിയ ശുശ്രൂഷൻ എന്നുള്ള രീതിയിൽ. ഏതായാലും ഞാൻ 3 മിനിറ്റിനകം തന്നെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പ്രിയ കുഞ്ഞന്മാരെ വിളിക്കുന്നത് കേക്ക് മന്തി എന്നാണ്. കാര്യം ഞങ്ങളെ കളിപ്പിലൊക്കെ ആയിരുന്നപ്പോൾ എപ്പോഴും വരുമ്പോൾ തിരുവനന്തപുരത്ത് വന്നാൽ ആദ്യം മുംബൈ പോയി ഇവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. മുകളിലോട്ട് പോകും. അങ്ങനെയുള്ള ആ സൗഹൃദം, ആ സ്നേഹബന്ധം തുടരുവാൻ തക്കവണ്ണം ഇങ്ങനെയായി. കഴിഞ്ഞ കാലത്ത് മക്കളുടെ കാലമൊക്കെയായി ഞാൻ ബ്ലസ്സിയുടെ ഭവനത്തിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ജില്ലയുണ്ടായി. അവിടെ വെച്ചും ഞാൻ മേരിക്കുട്ടിയമ്മയുടെ വിവരങ്ങളൊക്കെ തിരക്കിയായിരുന്നു. സണ്ണി ഇവിടെ വന്നപ്പോൾ സണ്ണി എന്നെ വിളിച്ചു. മേരിക്കുട്ടിയമ്മയായിട്ട് ഞാനും അല്പം സംസാരിക്കുവാനിടയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാതാവ്, അമ്പിച്ചായന് നല്ലൊരു തുണ, ഈ സമൂഹത്തിലെ ഒരു കിടാവിളക്കായിട്ട് പ്രിയ മേരിക്കുട്ടിയമ്മ ജീവിച്ചു എന്നുള്ളത് എത്രയോ സന്തോഷകരമാണ്. പന്നിവേല സഭയെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ മേരിക്കുട്ടിയമ്മ അവിടെ വളർന്ന അവിടെ ജീവിച്ചിരുന്ന, അതിനുശേഷം നഴ്സിംഗ് തിരുവല്ലായി പഠിച്ച് അതിനുശേഷം പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടെല്ലാം എവിടെയൊക്കെ ആയിരുന്നോ അവിടെയെല്ലാം സഭയിൽ അറ്റൻഡ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല മാതൃക കാണിച്ചു കൊടുത്തിട്ടാണ് പ്രിയ മേരിക്കുട്ടിയമ്മ നമ്മളിൽ നിന്ന് കടന്നുപോയത്. ആ സന്തോഷം, ആ വിളക്ക് തുടർന്നും കുഞ്ഞുങ്ങൾക്ക് ചെയ്യുവാൻ തക്കവണ്ണം, അവരുടെ മാതൃക പിൻപറ്റുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശേഷം എനിക്ക് ഓർക്കുവാനുള്ളത് 116-ാം സങ്കീർത്തനം അദ്ദേഹം നാം വായിക്കുന്നത്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. മേരിക്കുട്ടിയമ്മയുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്.
മാത്രമല്ല വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ പ്രിയ നെൽകുട്ടി അമ്മാമയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മരണം ഒരു ഭാഗ്യമാണ് എന്ന് എനിക്ക് കാണുവാനായിട്ട് കഴിയും. അത് മാത്രമല്ല പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. അതേ ഇന്ന് മേരിക്കുട്ടമ്മാമയുടെ മരണത്തെ സംബന്ധിച്ചിടത്തോളം അത് യഹോവയ്ക്ക് വിലയേറിയതെന്ന് മാത്രമല്ല, അത് ഭാഗ്യമുള്ളതെന്ന് മാത്രമല്ല, ആ മരണം ലാഭമുള്ളതായിത്തീർന്നു. എന്തുകൊണ്ട്? കർത്താവിൽ ജനിച്ചു, കർത്താവിൽ ജീവിച്ചു, കർത്താവിൽ മരിച്ചു. ഇനി ആ പ്രത്യാശയുടെ തുറമുഖത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മേരിക്കുട്ടി അമ്മാമയെ കാണാനൊക്കും. ആ പ്രത്യാശ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ പ്രത്യാശയോടുകൂടെ വരും ദിവസങ്ങളിൽ ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. വിശേഷാൽ കന്നിവേട സഭയുടെയും അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളുടെയും അതീവ ദുഃഖം ഞാൻ അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിശേഷാൽ ഈ ഭവനത്തിലുള്ള കുഞ്ഞുങ്ങൾ മൂവരും, ഗ്രേസി, റോയി, ബ്രസി, അവരുടെ കുടുംബങ്ങൾ, അമ്പിച്ചാൽ, അവരുടെ ദുഃഖത്തിലൊക്കെ ദൈവം അവർക്ക് സർവാശ്വാസങ്ങളുടെയും ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ ആ കർത്തൃനാമ മഹത്വത്തിനായി ജീവിപ്പാൻ, അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ദൈവം അവർക്കിടയാക്കട്ടെ. ഈ വാക്കുകൾ അതിനുതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിടാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേകമായ സമയത്തും നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ മാത്രമാണ് സാധിക്കുന്നത്. എൻ്റെ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ പ്രിയ അമ്മാമയെ എനിക്ക് പരിചയമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഓർപ്പിച്ചതുപോലെ അടൂര് പന്നിമിഴ വെട്ടിപ്പണയിൽ ഭവനത്തിൽ പ്രിയ മാതാവിനെ ജനിച്ച് വളർത്തപ്പെടുവാൻ ഇടയായത് തന്നെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ ഓർക്കുകയാണ്. കാരണം ഞങ്ങളുടെ സഭയുടെ വളരെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന കുടുംബങ്ങളിൽ ഒന്നാണ് വെട്ടിപ്പണയിൽ കുടുംബം. ആ നിലയിൽ തന്നെ ദീർഘവർഷങ്ങൾ പ്രിയ മാതാവുമായിട്ട് പരിചയപ്പെടുവാനും ഈ ഭവനത്തിൽ വരുവാനും ഒക്കെയും എനിക്ക് ദൈവം അവസരം നൽകി തന്നിട്ടുണ്ട്. ദീർഘമായ 80 വർഷത്തെ ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വലിയവനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. സദൃശ്യവാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. നമുക്കറിയാം, ലോകത്തിൽ നീതിമാന്മാരായി ആരുമില്ല. എന്നാൽ യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ടിട്ടുള്ള, നീതീകരണം ലഭിച്ചിട്ടുള്ള ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മരണത്തിലും പ്രത്യാശയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ ദുഃഖമുണ്ടെങ്കിലും അമ്മാമ ഇപ്പോൾ പ്രിയ വേച്ചായനോടും സൂസിമാമയോടും കുഞ്ഞോളമാമയോടും ജോണിച്ചായനോടും ഒക്കെ ചേർന്ന് നിത്യതയിൽ സന്തോഷിക്കുകയാണ് എന്നുള്ളത് നമുക്ക് ഓർക്കാൻ സാധിക്കും. നമുക്കുള്ള ആ വലിയ പ്രത്യാശയെ പുതുക്കുവാനുള്ള ഒരവസരം കൂടിയാണിത്. നീതിമാന്മാർക്ക് മാത്രമേ മരണത്തിൽ പ്രത്യാശയുള്ളൂ. ദൈവം സഹായിക്കട്ടെ. അടൂരിൽ നിന്ന് കെനിയിൽ കുടുംബാംഗങ്ങളായിട്ടും സഭയായിട്ടും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ പ്രത്യാശയും അറിയിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തി. പാർപ്പിടം തന്നിൽ വാസം ഓർക്കുമ്പോൾ, വാസം ഓർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സിൽ
മനസ്സിൽ മോദമേകുന്നു. മഹത്വീകരണം പ്രാപിച്ച വ്രതന്മാർ സ്വച്ഛന്തമായി തേജസ്സിൽ വാഴുന്നു മോദമോടെ അവർ നാഗനോടൊത്തു. തേജസ്സിൽ വാഴുന്നു മോദമോടെ അവർ നാഗനോടൊത്തു. സമയം വളരെ കടന്നുപോയിരിക്കുകയാണെങ്കിലും അത്യാവശ്യമായി 2 പേരുടെ അനുസ്മരണം ഈ 2 മിനിറ്റ് വെച്ച് പറയുന്നത് അത്യാവശ്യമായിരിക്കുന്നു. ഐവേലി കുടുംബത്തെ പ്രതിനിധീകരിച്ച ബ്രദർ തോമസ് ഊട്ടി, തുടർന്ന് ബ്രദർ ജോൺ തോമസ് കൊച്ചപ്പനാണ്. ഈ 2 പേർ ഈ 2 മിനിറ്റ് മാത്രം അത്യാവശ്യമായ അനുസ്മരണം. ബ്രദർ തോമസ് ഊട്ടി. എനിക്ക് പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന സ്വഭാവമായതുകൊണ്ട് എനിക്കൊന്നും സംസാരിക്കാൻ സാധിക്കില്ല. പാപിൻ്റെ കളിയിൽ ദുഃഖത്തിൽ ഞാനിരുമ്പോൾ ബ്രദർ ജോൺ തോമസ്. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിലാണ് ഇന്നിവിടെ കൂടി വരുവാൻ തക്കവണ്ണം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇടയായത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സന്തോഷഭവനത്തിൽ പോകുന്നതിലും മരണ വീട്ടിൽ പോകുന്നതാണ് ഉത്തമം എന്നുള്ള വചനത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന് പത്തനാപുരത്തൊരു വിവാഹം ഉണ്ടായിരുന്നു, അതിന് പോകേണ്ടതായിരുന്നു. എന്നാൽ അതിന് പോയില്ല. എന്നാൽ ദൈവഹിതം ഇവിടെ വരുന്നതിനായിരുന്നു കാരണമാക്കി തീർത്തത്. ഇനി റിലേഷൻഷിപ്പ് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠത്തിയുടെ മൂത്ത മകളാണ് ഇപ്പോൾ ഈ കർത്തസ്ഥനയിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന പ്രിയ മേൽക്കുട്ടിയമ്മ. ജീവനോടിരിക്കുന്ന നാളുകളിൽ കെങ്കയിലുള്ള തോമസ് കോശിയുടെ ജീവിച്ചിരുന്ന സമയത്ത് ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇവർ വാടക വീട്ടിൽ താമസിച്ച ആ സമയത്ത് അവിടെ പോകുന്നതിനും കാണുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെയുള്ള സാവകാശം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ അതിൽ കൂടുതലായിട്ടൊന്നും ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം എപ്പോഴും വെളിയിലായിരുന്നു ജോലിയും ജീവിതവുമൊക്കെ. ഇപ്പോഴാണ് എറണാകുളത്ത് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞത് എൻ്റെ ഭാര്യയുടെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ മൂത്ത മകളാണ്. ചിലർ പ്രായം ചോദിച്ചപ്പോൾ 80 വയസ്സെന്ന് പറഞ്ഞപ്പോൾ കേട്ടവർക്കൊക്കെ വളരെ അതിശയം. മൂത്ത ജ്യേഷ്ഠത്തിയുടെ മൂത്ത മകളുടെ 80 വയസ്സോ എന്ന് കേട്ടപ്പോൾ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. എങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഏതായാലും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആശ്വാസവും ധൈര്യവും ഈ വരുന്ന നാളുകളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു. മനുഷ്യപുത്രന്മാരെ പൊടിയിലേക്ക് അവൻ തന്നെ ചേർക്കുന്നു. കാരണം പൊടിയിൽ നിന്നാണ് നാം ഉണ്ടായി വന്നത്. അപ്പോൾ പൊടിയിലേക്ക് ചേർക്കുക എന്നുള്ളത് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഫിനോമിനയാണ്. അപ്പോൾ ആ രീതിയിൽ ദൈവം പ്രസാദിച്ചിരിക്കുകയാണ്. ഏറെയായാൽ 80, 70 അല്ലെങ്കിൽ ഏറെയായാൽ 80 ആ പറഞ്ഞ ലിമിറ്റിൽ ആയപ്പോൾ കർത്താവ് പ്രിയമകളെ വിളിച്ചു. ഇനി ഭൂമിയിലെ കഷ്ടതയും പ്രയാസവും വേദനയും ഒന്നും അനുഭവിക്കേണ്ടിയിരിക്കുന്നില്ല. ഇപ്പം സ്വസ്ഥമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് പോയിരിക്കുകയാണ്. അതിൽ നമുക്ക് ആശ്വസിക്കാം. കാരണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് ഒരു വിശ്വാസ കുടുംബത്തിൽ ആയിരിക്കുവാൻ തക്കവണ്ണം, സഭയോട് ബന്ധപ്പെട്ടുള്ള ഫെലോഷിപ്പിലായിരിക്കാൻ തക്കവണ്ണം പ്രിയമകൾക്ക് ഭാഗ്യമുണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട മക്കളെയും കൊച്ചുമക്കളെയും കുടുംബങ്ങളെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് സന്തോഷിപ്പാനുള്ളത്. പ്രിയപ്പെട്ടവർക്ക് എല്ലാ ആശ്വാസവും വലിയവനായി ദൈവം തരട്ടെ. എനിക്കും ഇവിടെ വന്നൊരു വാക്ക് പറയുവാൻ തക്കവണ്ണം നിങ്ങൾ അനുവദിച്ചതിനായിട്ടും ഞാൻ നന്ദി പറയും, ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുന്നതാണ്. ഇനിയുള്ള രംഗങ്ങളിൽ ചില നിമിഷങ്ങൾ മുൻപോട്ട് പോകുന്നത് സ്വാഭാവികമാണ്. നാം അത് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവജനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും, അവരുടെ ദുഃഖവേളകളിലും അവരുടെ സന്തോഷവേളകളിലും ദൈവവചനമാണ് നമ്മെ ശക്തീകരിക്കുന്നത്, ബലപ്പെടുത്തുന്നത്. ഉള്ള ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പ്രിയ ഭവനം കുറച്ച് നാള് മണ്ണന്തല ബ്രദറൻ അസംബ്ലിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ചിട്ടുള്ള ഒരു കുടുംബമാണ്. അവിടെ ഇറങ്ങി വരുന്നതിനുള്ള പ്രയാസം കൊണ്ട് അവർ നേരത്തെ ആയിരുന്ന കുന്നുവഴി സഭയിലേക്ക് വീണ്ടും മടങ്ങിപ്പോയി. എന്നാൽ അവർ മടങ്ങിപ്പോയെങ്കിലും ഞങ്ങളുമായിട്ടുള്ള ബന്ധമൊന്നും മുറിഞ്ഞു പോയില്ല. ഇന്നും ആ ബന്ധം നിലനിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭവനത്തിൽ അനേക പ്രാവശ്യങ്ങൾ കടന്നു വരുവാനും പ്രിയപ്പെട്ടവരുടെ ആ ക്രിസ്തീയ ബന്ധം പുതുക്കുന്നതിനും അല്ലെങ്കിൽ പുലർത്തുന്നതിനും ദൈവമായ കർത്താവ് അവസരം എനിക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ സഭയിലുള്ള പലർക്കും ഇവിടെ കടന്നുവന്ന് ആ വിധം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയ അമ്മാമയോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത്, തീർത്തും കർത്താവിൽ വിശ്വാസവും പ്രത്യാശയുമുള്ള ഒരു ദൈവഭക്തയായിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല, അതിൽ യാതൊരു അതിശയോക്തിയുമില്ല. ഇങ്ങനെ തീർത്തും തികഞ്ഞ ഒരു ദൈവഭക്ത ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട് അവിടെ വിശ്രമിക്കുമ്പോൾ തൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇന്ന് കൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കാർക്കും ലോകമനുഷ്യരെ പോലെ ദുഃഖിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാരണം നാം ഇവിടെ കുറേ അധികം നാൾ ജീവിച്ചാലും നമുക്കിവിടെ നിന്ന് വിട്ടു പിരിയേണ്ടതായിട്ടുണ്ട്. മോശ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയാൽ 80. അത് തികയ്ക്കുവാനുള്ള വലിയ ഭാഗ്യവും സ്വർഗത്തിലെ ദൈവം പ്രിയ അമ്മാമയ്ക്ക് നൽകി. അതുപോലെ അമ്മാമയുടെ മക്കളെ കുറിച്ച് പറഞ്ഞാൽ മക്കളെല്ലാവരും ദൈവകൃപയിൽ ആയിരിക്കുന്നു എന്നുള്ളത് തീർത്തും സന്തോഷത്തിൻ്റെ ഒരു വസ്തുതയാണ്. മക്കളും കൊച്ചുമക്കളും പ്രിയ തമ്പിച്ചായനും ഈ ദൈവകൃപ അനുഭവിക്കുന്നു എന്ന് ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, നമുക്ക് നിരാശയ്ക്ക് ആവശ്യമില്ല, ദുഃഖത്തിന് ആവശ്യമില്ല. നമുക്ക് പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിക്കാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രത്യാശയോടെ പ്രിയ ദൈവഭക്തയുടെ മൃത ശരീരം നമുക്കിന്ന് സംസ്കരിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. നമുക്കെല്ലാം പരിചയമുള്ള വേദഭാഗമാണ്. 23-ാമത്തെ വാക്യം, ഫിലിപ്പിയർ 1:23. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ല. ദൈവത്തിൻ്റെ ദാസനും അപ്പോസ്തലന്മാരിൽ വളരെ പ്രസിദ്ധനും ശ്രേഷ്ഠനുമായിരുന്ന പൗലോസ് അപ്പോസ്തലനാണ് ഈ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അതിൻ്റെ കാരണം അത് അത്യുത്തമമല്ല. ലോകത്തിൽ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ജീവിതം വളരെ ചെറുതാണ്. ഈ ചെറിയ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ശോഭയുള്ള സമയമാണ് യൗവനകാലം. അത് കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യമാണ്. യൗവനകാലത്തിൽ പലപ്പോഴും പലരും ദൈവത്തോട് അടുക്കുന്നതിന് അത്രയധികം തീക്ഷ്ണത കാണിക്കാറില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, കാരണം ദുർദിവസങ്ങൾ ഇതിന് ശേഷം വരും. നിനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നീ നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഒരു മൃതശരീരത്തിന് മുമ്പിൽ ഇരിക്കുന്ന നമുക്ക് ദൈവം നൽകുന്ന ദൂത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ യൗവനകാലം തീരും, അതിനുശേഷം ഒരു വാർദ്ധക്യം വരും. അതിനുശേഷം ഈ ലോകത്തോട് വിട പറയേണ്ട ഒരവസരം ഇതുപോലെ നമുക്ക് ഉണ്ടാകും. ഇന്ന് നമ്മൾ ദുഃഖിതരായിട്ടിരിക്കുന്നു. ഇതുപോലെ നമ്മളെയും ഒരു ദിവസം ഇങ്ങനെ ഒരു കിടക്കയിൽ കിടത്തിയിട്ട് അനേകർ ദുഃഖിതരായിട്ട് ഇരിക്കുന്ന ഒരു ദിവസം വരും. ആരും സ്ഥിരവാസികളല്ല. നാം എല്ലാവരും അന്യരാണ്, പരദേശവാസികളാണ്. ഇവിടെ നമുക്ക് സ്ഥിരമായ വാസമില്ല. ദൈവത്തിൻ്റെ വചനം നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. അത് നാം 49-ാമത്തെ സങ്കീർത്തനത്തിലാണ് വായിക്കുന്നത്. അവിടെ ഇങ്ങനെയും വായിക്കുന്നു, സ്വയാശ്രയക്കാർ ഒരു നാളും വെളിച്ചം കാണുകയില്ല, അവരുടെ പാർപ്പിടം പാതാളം. അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല, നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഇവിടെ നമുക്ക്
എന്ത് പ്രതാപം ഉണ്ടായാലും, എന്തെല്ലാം പേരും പെരുമയും ഉണ്ടായാലും, നമ്മുടെ ശവസംസ്കാര ദിവസത്തിൽ ഇവിടെ വലിയൊരു കൂട്ടം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പേര് ഇവിടെ കൂടി വന്നാലും അർത്ഥമൊന്നുമില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. നാം എങ്ങോട്ടാണ് പോകുന്നത്? മുമ്പേ നമ്മൾ കേട്ടതുപോലെ നാം എവിടേക്കാണ് പോകുന്നത് അതിനെക്കുറിച്ച് ഉറപ്പുവരുത്തണം. ഈ ലോകത്തിന്റെ മനുഷ്യർ ഇവിടെ പ്രതാപശാലികളായി ജീവിച്ചാലും മരിക്കുമ്പോൾ കടന്നു വരുന്നവർക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു വലിയ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു, വലിയൊരു നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു. ഇന്ന് ഇവിടെ ആരും അത് പറഞ്ഞില്ല, നഷ്ടത്തിന്റെ ആരും പറഞ്ഞില്ല. അവരെല്ലാം മറ്റൊരു പറയാറുള്ളത് നഷ്ടം 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 എന്നാണ്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നഷ്ടക്കാരനാണ് എന്നാണ് തിരുവചനവും പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ലാഭമാക്കാൻ നാം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിന്റെ നഷ്ടം മാറ്റി ലാഭം തരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ലോകത്തിൽ ഒരു മഹാനും അത് പറയാൻ സാധിച്ചിട്ടില്ല, ഒരു ചിന്തകനും അത് പറയാൻ സാധിച്ചിട്ടില്ല. വാഴ്ത്തപ്പെട്ട കർത്താവിന് മാത്രം അത് പറയാൻ സാധിച്ചു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കാരണം യേശു കർത്താവ് അനേകം മരിച്ചവരെ ഉയർപ്പിച്ചു കാണിച്ചു. 4 ദിവസമായി നാറ്റും വെച്ച ലാസറിനെ അവൻ അവിടെ ചെന്നതിന് ശേഷം കല്ലറയുടെ കല്ല് നീക്കാൻ പറഞ്ഞു. കല്ല് നീക്കിയിട്ട് ലാസറേ എന്ന് ഒന്നേ വിളിച്ചോളൂ, ലാസർ എഴുന്നേറ്റ്. ദൈവത്തിന് സ്തോത്രം. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇങ്ങനൊരു ചരിത്രം വേറെ ആരെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇല്ല, ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം വേറെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ മാത്രം. അവൻ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു കർത്താവ് മരിച്ചവരെ അനേകരെ ഉയർപ്പിച്ചു എന്ന് മാത്രമല്ല, മരിച്ചിട്ട് ഉയർക്കുമെന്ന് മുന്നമേ പറഞ്ഞു. പറഞ്ഞതുപോലെ എന്ത് ചെയ്തു? മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. വീണ്ടും 40 നാൾ ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഭൂതമാണെന്ന് പറഞ്ഞു. ഭൂതത്തിന് അസ്ഥി മാംസം ഉണ്ടാവും, കഴിക്കാൻ വല്ലതും തരാൻ പറഞ്ഞു. അവർക്ക് തന്റെ ആസ്തിത്വം വ്യക്തമാക്കി കൊടുക്കുന്നതായിട്ടും പിന്നെ ഭക്ഷണം കഴിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് ദൈവവചനത്തിൽ വായിക്കാൻ സാധിക്കും. അന്ത്യത്തിൽ അവൻ എവിടേക്ക് പോയി എന്ന് ചോദിച്ചാൽ, ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് ഒരുമലയ്ക്ക് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി ഈ സുവിശേഷം ഏത് സുവിശേഷം? മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുന്ന ആ വഴി ഞാൻ ഒരുക്കിയിരിക്കുന്നു. ആ സുവിശേഷം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവരോ ശിക്ഷാവിധിയിലാകപ്പെടും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെയാണ് യേശുവിന്റെ അവസാനം. ഇതുപോലെ അവസാനം ഉണ്ടായ ഒരു വ്യക്തിയെ കുറിച്ച് ലോക ചരിത്രത്തിൽ ആരും ഇതുവരെയും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, ആരും തന്നെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് വന്നവൻ, സ്വർഗത്തിലേക്ക് പോയവൻ. നമുക്ക് സ്വർഗത്തിൽ പോകാൻ വഴിയൊരുക്കി, രക്ഷയൊരുക്കി. അതെന്താണെന്ന് ചോദിച്ചാൽ, പാപികളാകുന്ന നമ്മുടെ മധ്യസ്ഥനായി നമ്മുടെ പാപമേറ്റുകൊണ്ട് കാൽവരി ക്രൂശിൽ അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നാം അതുകൊണ്ട് നമ്മുടെ യൗവനകാലം തീരും എന്ന് ഓർത്തിട്ട് ഇന്ന് തന്നെ നമ്മെ തന്നെ താഴ്ത്തി, യേശുവേ, ഞാനൊരു പാപിയായി പിറന്നവൻ, പാപത്തിൽ ജീവിക്കുന്നവൻ, എന്നോട് കരുണ കാണിക്കണമേ. എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവിടുന്ന് ക്രൂശിൽ മരിച്ചു, എന്റെ ശിക്ഷ സഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപം ക്ഷമിച്ച് എന്റെ ഹൃദയത്തിൽ വരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ യേശു നിങ്ങളുടെ പാപം ക്ഷമിക്കും. നിങ്ങൾ മരിച്ചാലും ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയ ഭവനത്തിൽ നിന്ന് വിടവാങ്ങിയ പ്രിയ അമ്മാമ്മ വളരെ പ്രത്യാശയുള്ള ദൈവഭക്തയായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് അമ്മാമ്മ എവിടേക്ക് പോയി? ക്രിസ്തുവിനോടുകൂടെ വിശ്രമിക്കാൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അത് അത്യുത്തമമാകിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അവന്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മാനുഷിക നിലയിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ജയനെയും അതുപോലെ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അതുപോലെ അമ്മാമ്മയുടെയും അച്ഛൻ്റെയും സഹോദരങ്ങളെയും കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും സ്വർഗത്തിലെ ദൈവം തന്റെ സ്വർഗീയമായ കരം നീട്ടി
തലോടി ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് ലഭിച്ച പ്രത്യാശയുടെ വചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ, നമ്മെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിച്ച് ആ കർത്താവിൽ വിശ്വസിച്ചവന്റെ പുനരുദ്ധാന ശക്തി ഉൾക്കൊള്ളുന്നവരായി അവൻ വീണ്ടും വരുമ്പോൾ ദൈവമക്കളോടൊന്നിച്ച് ദൈവസഭയിൽ കാണപ്പെടുന്ന അവസ്ഥയിൽ ആ അനുഭവം, ആത്മീക അനുഭവം ഇല്ലാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ട വചനപ്രകാരം അവരും ആത്മരക്ഷയുടെ അനുഗ്രഹീതമായ ആ രംഗത്തിലേക്ക് എത്തിച്ചേരുവാൻ ഈ വചന മുഖാന്തരവും ദൈവം സഹായിക്കട്ടെ. നാം നമ്മുടെ ശുശ്രൂഷകളുടെ ഒടുവിലത്തെ രംഗത്തേക്ക് എത്തിച്ചേരുന്നു. ഇനി പ്രിയ മാതാവിൻ്റെ വാത്സല്യ പുത്രൻ റോയി തമ്പി ആണ്. തനിക്ക് വാക്കുകൾ പറയേണ്ട സന്ദർഭമാണ്. എന്നാൽ അതിനു മുമ്പായി ഈ സോങ് ഷീറ്റിലെ രണ്ടാമത്തെ പാട്ടിൻ്റെ 3 ചരണങ്ങൾ, ഈ ഗേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിൽ ഒത്തുചേർത്തിടും നാമിനി, ആ പാട്ടിൻ്റെ 3 ചരണങ്ങൾ സൗഹൃദന്മാർ ഇപ്പോൾ ആലപിക്കുന്നു. ദേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും ഈ ദേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കർത്തൻ കാഹള നാദത്തിൽ ചേർന്നിടും നാമിനി, കർത്തൻ കാഹള നാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. വിൺഗേഹം പോകിടുമെന്ന് വിൺദേഹം ഏകിടുമെന്ന് വിൺഗേഹം പോകിടും അന്ന് വിൺദേഹം ഏകിടും അന്ന് കർത്തൻ കാഹള നാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി, കർത്തൻ കാഹള നാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ട് പ്രത്യാശ ദിനം, വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ട് പ്രത്യാശ ദിനം, കർത്തൻ കാഹള നാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി, കർത്തൻ കാഹള നാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. ഇവിടെ പ്രസ്താവിച്ച പോലെ പറഞ്ഞ പോലെ ഞാനും ഭാഗ്യവാനാണ്. എനിക്ക് ഇതേപോലെ പക്ഷെ മാതാവിനെ ദൈവം തന്നു. എന്നെ അത്രത്തോളം സ്നേഹിക്കുക മാത്രമല്ല എല്ലാവരും മക്കളെ 3 പേരും ഒരേപോലെ സ്നേഹിക്കുകയും ഞങ്ങൾ 3 സാഹചര്യത്തിലാണ് വളർന്നെങ്കിലും എൻ്റെ അമ്മാച്ചമാര് പറഞ്ഞ പോലെ 3 സാഹചര്യത്തിലാണ് വളർന്നെങ്കിലും ഒത്ത ക്രേസി അമ്മച്ചിയുടെ അടുത്ത കൂടുതൽ വർഷം വളർന്നത് ഞാനും
ബ്ലസ്സിയും കൂടെ ആ കൂടുതൽ മമ്മിയുടെ അടുത്ത് നിൽക്കാനിടയിടയായത്. ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ദൈവവചനം എന്തുവാണെന്ന്, കർത്താവ് ആരാണെന്ന് കപ്പാസിറ്റി ആ വിലയേറിയ സത്യം അറിയുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയായി. പിന്നെ അങ്ങോട്ട് പോയ കാലം ലോകമായിട്ടുള്ള ഒരു ചെറിയ ഒരു പ്രയാസം അടിയനുണ്ടായി. എനിക്ക് പിന്നോക്കത്തിലോട്ട് പോകാനും മമ്മിയെ അനുസരിക്കാതെ മമ്മി എന്ന പപ്പയിൽ നിന്ന് മാറി വേറൊരു ജീവിതത്തിലേക്ക് ഞാൻ പോകാനും ഇടയായി. അങ്ങനെ കുറെ വർഷം ജീവിച്ചെങ്കിലും എൻ്റെ മമ്മിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്നെ ഒത്തിരി നാൾ അങ്ങനെ പോകാനുള്ള ഒരു സാവകാശം ദൈവം തരാതെ ഉടനെ തന്നെ എന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെ വിളിക്കുവാനും എന്നെ കർത്താവിനെ സ്നേഹിക്കുവാനും എൻ്റെ മമ്മി എന്നെ അതിൽ ഒരുപാട് മമ്മി പ്രാർത്ഥിക്കുകയും ആ കാര്യങ്ങളൊക്കെ മമ്മി പ്രാർത്ഥിച്ച് കണ്ണുനീര് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കരയാത്ത ദിവസങ്ങളില്ല. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്റെ ഓർമ്മയില്ല ഒരു ദിവസം പോലും കാണത്തില്ല. എല്ലാ കുടുംബ പ്രാർത്ഥനയിലും മമ്മി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വീടിന്റെ വീടിന്റെ ആ ഒരു എൻവയോൺമെന്റ് അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ആയിരുന്നു. പപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഞാന് കർത്താവിനെ അറിയാനും ഞാൻ രക്ഷിക്കപ്പെട്ടത് 76 രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടതിന് ശേഷമാ ഇങ്ങനെയുള്ള പ്രയാസം എനിക്ക് ഉണ്ടായതും മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മുടങ്ങാതെ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലം ഞാൻ ദൈവത്തിലേക്ക് ദൈവത്തെ അറിയുവാനും ദൈവത്തെ ഞാൻ ജനത്തിൽ ശാസിക്കുവാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. ഞാനിപ്പോൾ കുന്നോടി സഭയായിട്ട് അതിനോട് ഇവിടുത്തെ സഹോദരന്മാർക്ക് ഒത്തിരി ഞാൻ കടപ്പെട്ട ആളാണ്. എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെയുള്ള കുന്നോടിയുള്ള അസംബ്ലിയിലുള്ള ബ്രദേഴ്സ് ആ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ആ ഒരു കാര്യം പറഞ്ഞു തരാനും അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം പറഞ്ഞു തരാനും ഒക്കെ അവർ സഹായിച്ചു. റോജോയ് ബ്രദർ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബേബി ബ്രദർ ഉണ്ടായിരുന്നു, സണ്ണിച്ചാനുണ്ടായിരുന്നു, കെ ജോർജ് അച്ചാൻ, എല്ലാം ഞങ്ങളെല്ലാം ഒരുമിച്ച് ആ സഭയിൽ ഇപ്പം ആയിരിക്കാൻ ആ സന്തോഷത്തിനായിരിക്കാനൊക്കെ കർത്താവ് ഇപ്പം സഹായിച്ചു. എനിക്കിപ്പോൾ അത് ഏറ്റവും കൂടുതൽ സ്നേഹം എൻ്റെ മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിപ്പം ദൈവത്തെ അറിയാനും ദൈവമക്കളോട് അയപ്പാനും ഒക്കെ ആ സന്തോഷം എനിക്ക് ഉണ്ടാവാനും ഒക്കെ ദൈവം കരുണ ചെയ്തു. മാനുഷികമായ നിലയിൽ ദുഃഖമുണ്ട്, പക്ഷേ ദൈവം തന്ന ദൈവത്തിൽ ഞാൻ ആയിരിക്കുന്നുണ്ട്. എനിക്ക് ദൈവം തന്ന പ്രത്യാശ മമ്മിയെ ഞാൻ വീണ്ടും കാണും. ആ ഒരു പ്രത്യാശയിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സന്തോഷം കൊണ്ട് മാത്രം ഞാനിപ്പോൾ കഴിയുന്നു. ശാരീരമായിട്ട് നോക്കുമ്പോൾ മമ്മി ഞങ്ങളെ വിട്ടുപിരിഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് മുന്നേ ഈ അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ദൈവം തന്നിരിക്കുന്നതാണ്. ഞാൻ സന്തോഷിക്കുന്നു, ഞങ്ങളുടെ കുടുംബവും സന്തോഷിക്കുന്നു. മമ്മി ഞങ്ങൾ വീണ്ടും ഒരു ദിവസം കാണും, മുഖാമുഖം മമ്മിയെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തോടായിരിക്കും. ആ ഒരു സന്തോഷം ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹം പറയുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഇളയ ബ്ലസ്സിയുടെ റിലേഷനിൽപ്പെട്ട ബ്രദറിൻ്റെ എൻ്റെ അളിയൻ്റെ ബ്രദറും ഫാമിലിയും സിസ്റ്ററും ഒക്കെ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും ഒരുപാട് സഹകരണമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. ബ്ലസ്സിക്ക് വരാൻ പറ്റിയില്ല. ബ്ലസ്സി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ദൈവം ആ ഒരു സ്നേഹകൃപ അവർക്ക് കൊടുത്തു. അവർക്ക് ആ സമയത്ത് വരുന്ന കാണാനും ഒക്കെ സാവകാശം ദൈവം നൽകി. ഇപ്പം വീണ്ടും വരാനുള്ള സാവകാശമൊക്കെ ഉണ്ടായില്ല, അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുവാൻ മമ്മി ഇത്രയും പ്രായമായി പ്രയാസത്തിലായിരുന്നു. കൂടുതൽ കഷ്ടപ്പെടാതെ ദൈവം വിളിച്ചു. അതേ ഒന്നും പറയാനുള്ളൂ. വീണ്ടും ഞാൻ ഈ സന്ദർഭത്തിനായിട്ട് വീണ്ടും സന്തോഷിക്കുന്നു. ഞാൻ ഇതെന്ന സാവകാശത്തിനായിട്ട് സന്തോഷിക്കുന്നു. മമ്മിയെ വീണ്ടും നമ്മളെല്ലാവരും ഒരുമിച്ച് വിശ്വാസികളായ നമ്മളെല്ലാവർക്കും മമ്മിയെ
സന്നിധിയിൽ നമുക്ക് ഒന്നിച്ച് കാണാമെന്നുള്ള പ്രത്യാശ നമുക്ക് ഉണ്ട്. ദൈവം തന്നിരിക്കുന്നതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തരാസി മേരിക്കുട്ടി തമ്പി അവർക്ക് ഏറ്റവും ഉചിതമായ വിശുദ്ധന്മാർക്ക് യോജിച്ച ഒരു യാത്രയപ്പ് നൽകി സമയം തക്കതിൽ ഉപയോഗിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുമുള്ള നന്ദിയും കുടുംബത്തിൻ്റെ പേരിലും സഭയുടെ പേരിലും അറിയിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഇവിടെയുള്ള ശുശ്രൂഷകൾ അവസാനിക്കുന്നത്. തുടർന്ന് മുട്ടടയിലുള്ള ബ്രദറൻ സെമിത്തേരിയിലാണ് സംസ്കാര ശുശ്രൂഷ നടക്കുന്നത്. അതിൻ്റെ വഴിവിവരമല്ല ചുമതലപ്പെട്ടവരോട് ഇതിന് ശേഷം ചോദിച്ചാൽ കടന്നു വരുവാൻ ഉള്ള സാവകാശങ്ങളും വിവരങ്ങളും അറിയുവാൻ കഴിയും. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിന് തൊട്ടു മുമ്പായി നാം ഈ സോങ് ഷീറ്റിലെ 4ാമത്തെ പാട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിവുള്ളവർക്ക് എഴുന്നേറ്റ് നിന്ന് അതിൻ്റെ 1ഉം 2ഉം ചരണങ്ങൾ പാടുകയും തുടർന്ന് ബ്രദർ കെ ഡാനിയൽ അവർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നതും ആയിരിക്കും. ശോഭയുള്ളൊരു നാടുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്തിൽ. ഇപ്പോൾ ഗായക സംഘം നമുക്കായി അതിൻ്റെ ആദ്യത്തെ 2 ചരണങ്ങൾ ആലപിക്കുന്നു. ശോഭയുള്ളൊരു നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താൽ സാധൻ മാസം നമോ ഒരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. സ്നേഹമാം സ്വർഗതാരനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി സ്തോത്രം പാടും. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ബ്രദർ കെ ജാനിയെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിന് ശേഷം ഈ ശുശ്രൂഷകൾ അവസാനിക്കും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അടിയങ്ങൾക്ക് തന്ന ഈ സന്ദർഭത്തിനായ സ്തോത്രം. അടിയങ്ങൾക്ക് ഇത്രയും പേർക്ക് സഹോദരി മേരിക്കുട്ടി തമ്മയുടെ നിര്യാണത്തോട് ബന്ധത്തിൽ കടന്നു വരുവാനും കർത്താവെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും അവൻ സഹായിച്ച സ്തോത്ര കർത്താവെ, മക്കൾ കർത്താവെ തമ്മിക്കും സഹോദരിക്കും തക്ക സമയത്തെ കടന്നു വരുവാൻ കൃപ ചെയ്തു. അവിടുന്ന് കർത്താവെ അതിനുള്ള അവസ്ഥ കൊടുത്തുന്ന സ്തോത്രം അവിടത്തേക്ക് 1000 സ്തോത്രങ്ങളെ കരയറ്റുകയാണ് കർത്താവെ. നന്ദിയോടത്തോടെ സ്തോത്രം കരയറ്റുന്ന കർത്താവെ, അടികൾക്ക് വേർപാട് ദുഃഖകരമാണ് കർത്താവെ. എത്ര പ്രായമായാലും അടികൾക്ക് അടികൾ മനുഷ്യരാണല്ലോ, അടികൾക്ക് ദുഃഖമുണ്ട് കർത്താവെ. അവിടത്തേക്ക് മാത്രമേ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് അടിയങ്ങൾ അറിയുന്നു കർത്താവെ. തിരുമത്തേക്ക് നോക്കുകയാണ് കർത്താവെ. സഹോദരൻ തമ്പിയെ ആശ്വസിപ്പിക്കണമേ, റോയി തമ്പിയെ ആശ്വസിപ്പിക്കണേ കർത്താവെ. സഹോദരിയെ ആശ്വസിപ്പിക്കണേ. മറ്റ് പ്രിയപ്പെട്ടവർ കടന്നു വന്ന എല്ലാ ബന്ധുമിത്രാദികളെയും ഒന്ന് ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവമേ കർത്താവെ, നിങ്ങളോട് കാണിച്ച കരുണയ്ക്കായി സ്തോത്രം കർത്താവേ.
അവൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്ന് കർത്താവെ അടികൾ കേട്ട കർത്താവെ. തൻ്റെ ജീവിതത്തിൽ 80 വയസ്സ് വരെയുള്ള തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തോട് താൻ കാണിച്ച എല്ലാ ദയയ്ക്കും തൻ്റെ സേവനത്തിനുമായ സ്തോത്രം കർത്താവെ. സഹോദരനും കുഞ്ഞുങ്ങൾക്കൊക്കെ കൃപയിലേക്ക് കടന്നു വരുവാൻ താൻ കാരണഭൂതയായി തീർന്നു എന്ന് അടികൾ കേട്ടുവല്ലോ. എത്ര വലിയ കാര്യമാണ് കർത്താവെ. തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി താൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അവിടുത്തെ സന്നിധിക്ക് ചേർപ്പെട്ടിരിക്കുക. സ്തോത്രം. അടികൾക്കൊക്കെ ഒരു ദൗത്യമുണ്ട് കർത്താവെ. കർത്താവിന് വേണ്ടി അധ്വാനിക്കുക, ഇവിടെ ചെയ്യാവുന്ന വേലയൊക്കെ ചെയ്യുക. ഈ ഉത്തരവാദിത്വ കർത്താവെ നിന്റെ മകൾക്കും കൊടുക്കുന്ന സ്തോത്ര കർത്താവെ. അടിയുടെ ജീവിതം കർത്താവ് ഒരു കടന്നുപോക്കാണ്. എത്ര കാലത്ത് നമ്മൾ അറിയുന്നില്ല. ദാവീദ് പറയുന്നത് എൻ്റെ ആയുസ് എത്ര അറിയിക്കണമേ എന്ന് വായിക്കുന്നുണ്ട് കർത്താവെ. എൻ്റെ മകള് കഴിഞ്ഞ 80 വർഷക്കാലം അവിടുത്തെ പരിപാലിച്ചു. അല്പപ്രയാസം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വെട്ടിപിരിഞ്ഞ് ക്രിസ്തുവിനോടെ അയപ്പാൻ അവിടുന്ന് കൃപയുടെ സ്തോത്രം. തൻ്റെ ഭാരം ഇറക്കി വെച്ച് താൻ കടന്നു പോയിരിക്കുന്നു. നന്ദിയുടെ സ്തോത്രം. ഇന്നു മുതൽ കർത്താവിൽ ഭരിക്കുന്ന മൃഗന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു അവിടുത്തെ വായിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ട കർത്താവെ ദിവസത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം കർത്താവെ. നിങ്ങൾ സന്തോഷം പകരുന്ന കാര്യങ്ങളാണ് കർത്താവെ. വിശ്വാസികളെ എല്ലാവർക്കും അതൊരു സന്തോഷത്തിന് വകയുണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് അവിടെ ആദരിച്ച സ്തോത്രം കർത്താവെ. കടന്നു വന്ന സമയങ്ങൾ കർത്താവെ എൻ്റെ മകളുടെ വേർപാടുള്ള ബന്ധത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് അവിടെ ആദരിച്ചു. അടുത്ത സ്ഥാനത്തോടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവെ. നന്ദിയുടെ സ്തോത്രം കർത്താവെ. വിശേഷോടികൾക്കിപ്പോൾ സെമിത്തേരിയിലേക്ക് പോടായിട്ടുണ്ട്. ഇവരുടെ ശരീരം കർത്താവെ ഭക്തന്മാർക്ക് ഉചിതമാകും വണ്ണം അവിടെ കർത്താവ് സംസ്കരിക്കേണ്ടതായിട്ടുണ്ട്. യാത്രയിലൊക്കെയും കൂടിയിരിക്കണം. അവിടുത്തെ ശുശ്രൂഷയൊക്കെ അവിടുന്ന് ആദരിക്കണം പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന ദാസനോട് കൂടിയിരിക്കണമേ. നന്ദിയുടെ സ്തോത്രം കർത്താവെ. ഈ പ്രിയപ്പെട്ടവരെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശ ഇരിക്കാൻ സ്തോത്രം. കർത്താവ് താൻ ഗംഭീരത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും സ്വർഗത്തിൽ വരികയും ക്രിസ്തു മരിച്ചവർ ഉയർക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടുകൂടെ ഒന്നിച്ച ആകാശ കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന വായിക്കുന്നു. ഇത് കർത്താവെ അടികൾക്ക് ആശ്വാസം തരുന്ന വാക്കുകളായിരിക്കും സ്തോത്രം. ഈ വാക്കുകളെ കൊണ്ട് ആശ്വസിച്ചുകൊള്ളുവെന്ന് നിങ്ങൾ വായിക്കുന്നുണ്ട് കർത്താവെ. ഇത്രത്തോളം പരിപാലിച്ചല്ലോ ആശ്വാസം സ്തോത്രം കർത്താവെ. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരിക്കൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരിക്കണമേ. ഇവിടുന്ന് സഞ്ചരിച്ച് അവിടെ ചെല്ലുമ്പോഴേയും കൃപയ്ക്ക് സൂക്ഷിക്കണം കർത്താവെ. സാന്നിധ്യം കൂടെ പോരണമേ. സഹരോടികൾക്ക് വേണ്ടി ജീവിച്ച ക്രിസ്തു നാമത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും ഞങ്ങളെല്ലാവരും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. പ്രിയ റോയ് തമ്പി 2 വാർത്തകൾ പറയേണ്ടതായിട്ടുണ്ട്. അറിയിക്കും. നാമമാത്രമാറാട്ടെ. ഞാൻ ഇപ്പം വീണ്ടും 2 മിനിറ്റ് ചോദിച്ചത് അനേകര് ഈ ശുശ്രൂഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് കുടുംബമായിട്ട് അല്ലെങ്കിൽ പേരായിട്ട് എടുത്തു പറയാൻ എനിക്ക് ഓർമ്മയിൽ വന്നില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഒരു വിഷമം എനിക്ക് ഉണ്ടായി പെട്ടെന്ന്. അതാണ് ഞാൻ ഇപ്പോൾ വീണ്ടും എണ്ണിച്ചത്. എനിക്ക് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അപ്പം ഇൻഡിവിജ്വലായിട്ട് വന്നവരും കുടുംബമായിട്ട് വന്നവരെല്ലാം എനിക്ക് കുറേ കാര്യം പറയണ്ട. കുറിയന്നൂരിൽ നിന്ന് വന്നവർ, മാടൂരിൽ നിന്ന് വന്നവർ, തിരുവനന്തപുരത്തെ സഭയിൽ, നമ്മുടെ ഓരോ സഭയിൽ, പട്ടസഭ, കുന്നൂർ സഭ, കോങ്ങമ്പൂടി സഭ, എല്ലാ പ്രിയപ്പെട്ടവർ വന്നു. അതുപോലെ ഒപ്പയുടെ ഫസ്റ്റ് കസിൻസ് സണ്ണിച്ചാനും ചാൾസ് ചായനും, പിന്നെ ശോശാമ മത്തായി, ആൻറ്റി, മക്കള് റോണി, വൈഫ്, ഇവരെല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഓരോരുത്തർക്കും ഞാൻ give my thanks to each and everyone who have participated and given your full-hearted support to me. സന്തോഷമാക്കിയതും പ്രത്യേകിച്ച് പെണ്ണിച്ചാനും എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. പെണ്ണിച്ചാനും അമ്മച്ചി, to be frank, honestly, ഒരു ദിവസം പോലുമില്ല. They used to come every day. മമ്മിയെ ആശ്വസിപ്പിക്കാനും മമ്മിയോട് അടുത്തിരിക്കാനും പ്രാർത്ഥിക്കുന്നു. മമ്മിക്ക് ഒരുപാട് സന്തോഷമായ ഒരു സമയമായിരുന്നു. അവർ 2 പേരും മുടങ്ങാതെ വരും. എൻ്റെ ചെറുപ്പം ഹൗസിംഗ് കോളനി ഞങ്ങൾ താമസിക്കുന്ന സമയം തൊട്ടേ പെണ്ണിച്ചേ വരുമായിരുന്നു. എത്ര മുന്നിൽ പറഞ്ഞാലും അങ്ങനെ ഓരോ കുടുംബത്തിലും. ഞാൻ വിജയ കല്യാണം കഴിച്ചതിന് ശേഷം വിജയുടെ വീട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള വിജയുടെ കുടുംബം അംഗങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് ഒരുപാട്
ഉണ്ട്. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാത്തില്ല. ചാച്ചനാണെങ്കിലും വയ്യാതിട്ടാണ് ചാച്ചനും ലാലി ചേച്ചിയൊക്കെ വിജയുടെ ബ്രദറിന്റെ വൈഫ് ലാലി ചേച്ചി അവരൊക്കെ വയ്യാതിരുന്നിട്ടും അവർ വന്നു. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ടു ഈച്ച് വൺ ഓഫ് യു. സന്തോഷമായിരിക്കുന്നു. ദൈവനാമം നമ്മൾ പറയട്ടെ. നമ്മുടെ ഈ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞിട്ട് സെമിത്തേരിയിലോട്ട് പോകുന്നു. അവിടെയും ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഐ earnestly request each one of you to come down after that to my home and please participate in this as well. Thank you very much. May God's Lord be forever. Praise the Lord. റോയി പറഞ്ഞ പ്രകാരം നാം സെമിത്തേരിയിലെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് ആഹാരം കഴിച്ചതിന് ശേഷം മാത്രം പിരിഞ്ഞു പോകണമെന്നാണ് കുടുംബത്തിൻ്റെ ആഗ്രഹം. അതൊരു പ്രാവശ്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഒടുവിലായി കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കടന്നു വന്ന് കാണുകയും യാത്രയപ്പ് നൽകുകയും ഒട്ടും വൈകാതെ തന്നെ നമുക്ക് സെമിത്തേരിയിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. സഹായിക്കുക. സന്തോഷത്തോടെ
സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം
രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപനേരം മാത്രം എൻ്റെ ജീവനിൽ വാഴും കാകളം മുഴങ്ങും മരിച്ചോരുയർക്കും മരണവും മാറിന ജീവനിൽ വാഴും അഴിയുമൻ ദേഹം പുഴുതെന്നാലും അഴിയുമൻ ദേഹം പുഴുതെന്നാലും അഴിയാമകത്വത്തിൻ തേജസ്സിൽ വാഴും അഴിയാമകത്വത്തിൻ തേജസ്സിൽ വാഴും വരുമൊരു നാൾ പ്രാണപ്രിയൻ ദുരിതങ്ങളഖിലം തീർത്തിടുവാൻ. ഇപ്പോൾ വേളി സഭയിൽ നിന്നും ബഹുമാനപ്പെട്ട ഹെൻറി സൗരൻ പ്രാർത്ഥിക്കും. അതിനുശേഷം ഈ ഗേഹം വിട്ടുപോകിലും എന്നുള്ള ഗാനം പാടുമ്പോൾ ഭൗതിക ശരീരം സെല്ലറിലേക്ക് എടുക്കപ്പെടും. സെല്ലറിൽ വെച്ചതിന് ശേഷം ഡോക്ടർ PY ജോർജ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷകൾ അവസാനിക്കുന്നതായിരിക്കും. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹെൻറി സൗരൻ പ്രാർത്ഥനയിൽ നമ്മെ നാഴിക മാത്രം ഈയുടുപ്പു മാറ്റുവാൻ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോ. സകല ആശ്വാസത്തിൻ്റെയും ദൈവമേ, ഞങ്ങൾ സഭയായി വ്യക്തികളായി കുടുംബങ്ങളായി അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയ്ക്ക് മഹത്വം കരയറ്റുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സഹോദരിയുടെ മൃതദേഹം വിശുദ്ധന്മാർക്ക് ഉചിതമായ നിലയിൽ ഇന്ന് സംസ്കരിപ്പാൻ അവസരം നൽകിയതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു. അവിശ്വാസ ലോകം ഇത്തരം സന്ദർഭങ്ങളിൽ കർത്താവെ നിലവിളിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യാശയോടുകൂടി ഞങ്ങളുടെ സഹോദരിയെ അതേ അന്ത്യനാളിൽ അതേ കർത്താവെ പുനരുത്ഥാനത്തിനായി ഏൽപ്പിച്ച് കൊടുക്കുവാൻ തക്കോണം അവിടുന്ന് സമ്മാനിച്ച ഈ നല്ല അവസരത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഇപ്പോൾ അനേക അനുഗ്രഹീതമായ ദൈവവചനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മരിച്ചവരുടെ പ്രത്യാശയെക്കുറിച്ചൊക്കെ കർത്താവേ ഇവിടെ പറയുകയുണ്ടായി. ഈ സഹോദരി ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത് അതേ കർത്താവെ മോർച്ചറി ഇല്ലാത്ത ഒരു നാട്ടിലേക്കാണ്, കണ്ണുനീരില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ്. അതുപോലെ തന്നെ കർത്താവെ
വേർപാടില്ലാത്ത ഒരു സ്ഥാനത്തേക്കാണ്. എന്നാൽ താമസം വിന ഞങ്ങളുടെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും കർത്താവിന്റെ പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കർത്താവ് മരിച്ചവർ ഉയർത്തും. തന്റെ മക്കൾക്ക് കൂട്ടു സഹോദരി സഹോദരന്മാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ ദാസിയെ കാണുവാനും ആശ്വസിക്കുവാനും അവസരമുണ്ടാകുമെന്ന് ഇന്നും ഞങ്ങളെ അവിടുന്ന് ഓർപ്പിച്ചതുകൊണ്ട് സ്തോത്രം. എത്ര കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രത്യാശയാണ്, നശിച്ചു പോകാത്ത പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ. അത് ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. എന്നാൽ കർത്താവെ, ഞങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരിലോ ഇത് കേൾക്കുന്നവരിലോ ആരെങ്കിലും ഈ പ്രത്യാശയുടെ അനുഭവസ്ഥരായി തീരാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരിപ്പോൾ തന്നെ ആ തീരുമാനമെടുത്ത് ഇവിടെ ഒന്ന് കടന്നു പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. ഇതിന് കൈനീട്ടി അതിനുവേണ്ടി കർത്താവെ ഇടപെട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം. സമാധാനവും സ്വസ്ഥതയും എല്ലാവരുടെയും ഹൃദയങ്ങളിൽ തന്നതുകൊണ്ട് സ്തോത്രം. ശാന്തമായ ഒരു കാലാവസ്ഥ തന്നതുകൊണ്ട് സ്തോത്രം. കർത്താവെ, കാലാവസ്ഥ പോലും ഞങ്ങൾക്ക് അനുകൂലമായി തന്ന ദൈവത്തിന് ഞങ്ങൾ ആയിരം സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ഹൃദയങ്ങളെ വായിക്കുന്നവനായ കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്ന ഈ അനുകൂല സാഹചര്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ നിന്നെ വാഴ്ത്തുകയാണ്. താമസം വിന അവിടുന്ന് വരുമെന്ന് ഞങ്ങൾ ഓർക്കുകയായിരുന്നു കർത്താവെ. ആ വികാരനിർഭരമായ ഐതിഹാസികമായ സംഭവം നടക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്കും അവിടെ ഉണ്ടായിരിക്കാൻ കഴിയണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ ഇപ്പോൾ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും കാണുകയും കർത്താവെ അനുഭവസ്ഥരായി തീരുകയും ചെയ്ത എല്ലാവരോടും അവിടുന്ന് ഇടപെടുകയും സഹായിക്കുകയും ചെയ്യണമേ. പോകുന്നവര് കർത്താവിനെ ഉണ്മയായി സ്നേഹിച്ച് രക്ഷിതാവായി അംഗീകരിച്ച് നല്ലൊരു ഭാവിയുടെ ഉടമകളായി തീർന്ന് ഇവിടെ ഒന്ന് കടന്നു പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ. അത് മുഖാന്തരവും നിന്റെ പുത്രന്റെ നാമം ഇന്നും മഹത്വപ്പെടുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞ നന്ദിയോടെ പ്രത്യാശ നിർഭരമായ ഹൃദയത്തോടെ ഞങ്ങൾ ഇവിടുന്ന് പിരിയട്ടെ. നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. താമസം വിന ഞങ്ങളുടെ സഹോദരിയെ കാണാൻ കഴിയുമെന്നുള്ള ആ വലിയ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ ഇവിടെ വിടട്ടെ. കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടതുകൊണ്ട് സ്തോത്രം. വേഗം വരുന്നവനായ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ഞങ്ങൾ വിനയമായി പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് കേട്ട് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം യേശു